എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് എറണാകുളം നഗരത്തിൽ തന്നെ ഇത് 4ാമത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു മാഷിൻ്റെ 99ാം ജന്മദിനം ആചരിക്കുന്നത്. അനുകമ്പ, ദയ, എളിമ, ലാളിത്യം, മനുഷ്യത്വം ഇതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് സാനു മാഷിൻ്റെ ജീവിതം. മാഷ് രത്നമ്മ ചേച്ചി സുഖമില്ലാതായി ഭക്ഷണം കഴിക്കാൻ മടി കാട്ടുന്നത് വരെ എന്നും സദനത്തിൽ വന്നിരുന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. മാഷ് വീഴുന്ന അന്ന് 24-ാം തീയതി, ഇന്നേക്ക് 87 ദിവസമായി മാഷിൻ്റെ ദേഹവിയോഗം. അന്ന് 5:30 വരെ മാഷ് നമ്മുടെ കൂടെയായിരുന്നു. സദനം കുടുംബാംഗങ്ങൾക്കും ജീവനക്കാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ മാഷിൻ്റെ ആ വിയോഗം, മാഷില്ല എന്നുള്ളൊരു ആ സത്യത്തോട് പൊരുത്തപ്പെടാൻ ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് പ്രകൃതി പോലും കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് മാഷിനെ ആദരിക്കാൻ ഇന്ന് മാഷ് എഴുതിയ ഡോക്ടർ TS ജോയ് സാറിനൊപ്പം എഴുതിയ മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ചവറ കൾച്ചറൽ സെൻറ്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അവറുകളാണ്. സമൂഹത്തിൽ പല മാറ്റങ്ങൾക്കും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പലതും പറഞ്ഞു കൊടുക്കാനും അവരെ മനസ്സിലാക്കാനും ഉള്ള പ്രയത്നത്തിൽ പല പരിപാടികളും അച്ഛൻ അവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. സദനത്തിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയാണ് ഫാദർ അനിൽ ഫിലിപ്പ് സാറിനെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രൊഫസർ M. തോമസ് മാത്യു സാറാണ്. പല കലാലയങ്ങളിലും പ്രൊഫസറായും പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം. വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. കഴിഞ്ഞ വർഷം മാഷിൻ്റെ പിറന്നാളിന് സാറ് ഗുരവേ നമ എന്ന പുസ്തകം മാഷിന് സമർപ്പിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഗുരുദക്ഷിണയല്ല, എനിക്ക് എന്നും മാഷിൻ്റെ ശിഷ്യനായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ തോമസ് മാത്യു സാറിന് ഭക്തി ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടെ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാനു മാഷിൻ്റെ പ്രിയപുത്രൻ ശ്രീ MS രഞ്ജിത്ത് സാറാണ്. ഷിപ്പ് ടെക്നോളജി എഞ്ചിനീയറായ അദ്ദേഹം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്ന് വിരമിച്ച ശേഷം MK സാനു ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. രഞ്ജിത്ത് സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഗ്രന്ഥകർത്താവ് ഡോക്ടർ TS ജോയ് സാറ്, അദ്ദേഹം സംസ്ഥാന വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാഷാ പണ്ഡിതനായി വർക്ക് ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡൻ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അസുലഭ ഭാഗ്യം തന്നെയാണ് സാനു മാഷിനൊപ്പം ഒരു പുസ്തകം എഴുതുക എന്നുള്ളത്. വേറെ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ജോയ് സാറിനെയും ഏറ്റവും സ്നേഹാദരവോടെ ബഹുമാനത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടെ. ശ്രീ KV അനിൽകുമാർ സർ, എല്ലാവർക്കും പരിചിതമായ മുഖമാണ്. എറണാകുളം സിറ്റിയിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് ഡയറക്ടറായി വിരമിച്ച ശേഷം സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൂടാതെ സർക്കാർ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ക്ലാസ് എടുത്ത് അവരെല്ലാം വേണ്ട അറിവുകൾ നൽകുന്ന ഒരു മഹാവ്യക്തിത്വമാണ്.
അദ്ദേഹം ഇതേപോലെ ഒരു സാനുമാഷിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് പകുതിയാക്കി അദ്ദേഹം ഓടിയെത്തിയതാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചപ്പോൾ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കാറിൻ്റെ പെട്രോള് കളയണ്ട, എന്നാൽ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാം, സ്റ്റാമ്പിൻ്റെ പൈസ കളയണ്ട, ഈ ഫോൺ കോള് മതി, ഞാൻ എത്തിയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനിൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. മാതൃഭൂമി കൊച്ചിൻ യൂണിറ്റ് മാനേജർ ഐശ്വര്യ മാം ആണ് ഈ പരിപാടിക്ക് നമുക്ക് സമ്മതം തന്നതും ഇതിന്ന് ഇവിടെ സാധ്യമാക്കിയതും. മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്റ്റാഫ് കുറച്ച് പേര് മാഡത്തിൻ്റെ ഒപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റിസ് ഗോപിനാഥൻ സർ നമ്മളുടെ ഒരു ട്രസ്റ്റ് അംഗമാണ്. എന്നും സദനത്തിനൊപ്പം സാനുമാഷിനൊപ്പം നമ്മോടൊപ്പം എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന സാറിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് സമയാസമയങ്ങളിൽ തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ജസ്റ്റിസ് സാറിന് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. IPS ബാൽ സാറ് കുറച്ച് ദൂരമാണ്, പറവൂരിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതിന് ഞങ്ങൾ പ്രത്യേകം കടപ്പെട്ടിരിക്കുകയാണ് സാറിനോട്. സാറിന് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ ശ്രീനാരായണ സേവാ സംഘം സെക്രട്ടറി ശ്രീ PP രാജൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശശീന്ദ്രൻ വക്കീൽ, അതുപോലെ ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയുന്നില്ല പേര്, പലരും, പീതാംബരൻ സാർ, എല്ലാവരും എല്ലാം പരിചിതമായ മുഖങ്ങളാണ്. സദനത്തിനോട് നിങ്ങൾ കാട്ടുന്ന ഈ സ്നേഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എല്ലാവരെയും ഞാൻ വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിർത്തട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനായി ഫാദർ അനിൽ ഫിലിപ്പ് അവറുകളെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുനാഥൻ പ്രൊഫസർ M. തോമസ് മാത്യു സാർ, TS ജോയി സാർ, സ്വാഗതം ആശംസിച്ച ഗീതാ മാം, സാനുമാഷിൻ്റെ പ്രിയമകൻ MS രഞ്ജിത്ത് സാർ, പുസ്തക പരിചയം നടത്തുന്ന KV അനിൽകുമാർ സാർ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. കാരണം ഉച്ചയ്ക്ക് മുമ്പ് ചാവറയിൽ വെച്ച് ചാവറ ജയന്തി, സാനു ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള പ്രഭാഷണം, 1ാം സ്മാരക പ്രഭാഷണം ചാവറയിൽ നടന്നു. നല്ല ഭംഗിയായിട്ടത് സംഭവിച്ചു. അതിൻ്റെ സന്തോഷം നമ്മൾ ഇന്ന് കൊച്ചിയിൽ മുഴുവൻ സാനുമാഷിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മഹാരാജാസിലും ചാവറയിലും സദനത്തിലും ഒക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ്. 2 മഹത്തായ കാര്യങ്ങളുടെ ഓർമ്മയിലാണ് നമ്മളിവിടെ നിൽക്കുക. ഒന്ന്, സാനു ജയന്തി 98 വർഷം പൂർത്തിയാക്കി 99ാം ജന്മവാർഷികത്തിലേക്ക് പ്രവേശിക്കുന്ന സാനു മാഷ്. കഴിഞ്ഞ വർഷം ചാവറയിൽ വെച്ച് വളരെ മനോഹരമായ ആ പിറന്നാൾ സമ്മേളനം നടന്നിരുന്നു. ഈ വർഷം നമുക്ക് സാനു മാഷ് ഈ സദസ്സിൽ, ഈ ഇടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അരൂപനായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള മഹത്തായ സന്ദേശത്തിലാണ് നമ്മൾ ഈ എല്ലാ പ്രോഗ്രാമുകളും ചേർത്ത് വച്ചിരിക്കുന്നത്. സാനു മാഷ് എന്ന് പറയുന്ന വലിയ മഹനീയ വ്യക്തിത്വത്തെ ഓർക്കാതിരിക്കാൻ കൊച്ചിക്കോ കേരളത്തിനോ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ചാവറ കൾച്ചർ സെൻ്ററിനെ കുറിച്ച് പറയുമ്പോൾ 55 വർഷത്തെ അതിൻ്റെ ദീർഘമായ യാത്രയിൽ സാനു മാഷ് എന്ന മഹത് വ്യക്തി തൻ്റെ പ്രവൃത്തികൾ കൊണ്ടും ജീവിതം കൊണ്ടും നൽകിയിരിക്കുന്ന സംഭാവനയെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധം, എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഡോക്യുമെൻ്ററി പോലെ മനോരമയുടെ കവറേജ് കണ്ട് അതിൽ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, കരിങ്കിലിരുന്ന് കുശലം പറയുന്നത് പോലെ സംസാരിക്കുന്ന വ്യക്തി. നമ്മൾ സാനു മാഷിനെ നമുക്കറിയാം, മഹാമേരു പോലെ വളർന്നു നിൽക്കുന്ന സാഹിത്യത്തിലും സാംസ്കാരിക ഇടപെടലുകളിലും സാമൂഹിക ഇടപെടലിലും കൊച്ചിയിലും കേരളത്തിലും അത്രയേറെ പൊതുജനസമ്മതനായി മാറുകയും
പ്രത്യേകമായി ഏതെങ്കിലും ചേരിതിരിവുകളൊന്നുമില്ലാതെ എല്ലാവരോടും നിഷ്പക്ഷമായും സ്നേഹമസൃണമായും പെരുമാറിക്കൊണ്ടിരുന്ന സാനു മാഷ്. ആ സാനു മാഷിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് കലങ്കിലിരുന്ന് കുശലം പറയുന്ന നാട്ടുകാരനെ പോലെ സംസാരിക്കുക. അതുതന്നെയാണ് സാനു മാഷിൻ്റെ ഏറ്റവും വലിയ മഹത്വമെന്ന് പറയുന്നത്. സംസാരിക്കുന്ന ഭാഷയുടെ ലാളിത്യം കൊണ്ട് ഏതു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന വ്യക്തിത്വം. സാനു മാഷിൻ്റെ ഓർമ്മ അത് നമ്മൾ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഗീത മാഡം സംസാരിച്ചപ്പോൾ, ഗീത ചേച്ചി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആ 24-ാം തീയതി വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്. ഏകദേശം ഒരാഴ്ച മുമ്പ് വരെ സാനു മാഷിനോടൊപ്പം പ്രോഗ്രാം ചെയ്യുവാനും കൂടെ നടക്കുവാനും എനിക്കും ഭാഗ്യം ലഭിച്ചിരുന്നു. സദസ്സിലിരിക്കുന്ന എല്ലാവരും, ഇവിടെ TM എബ്രഹാം സാറുണ്ട്, ഗോപാലകൃഷ്ണൻ സാറുണ്ട്, CSCC അരവിന്ദ് സാറുണ്ട്, ബാൽ സാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ കൃഷ്ണൻ സാറുണ്ട്. ഇവർക്കെല്ലാവർക്കും പറയാൻ സാനു മാഷിനെ കുറിച്ച് വ്യത്യസ്തമായ കഥകളുണ്ട്. അത്തരം കഥകളുടെ ആഴം നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കാലഘട്ടം സാനു മാഷിൻ്റെ ഒപ്പം നടന്ന ഒരാളാണ്. 9 വർഷം ഞാൻ ചാവറയിലുണ്ടെങ്കിലും കഴിഞ്ഞ 2.5 വർഷമാണ് എനിക്ക് സാനു മാഷുമായിട്ട് അടുത്ത് ഇടപെടുവാനായിട്ട് സാധിച്ചത്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടതിൽ ഏറ്റവും മനോഹരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഏറ്റവും നല്ല മനുഷ്യ നന്മകളുടെ മനുഷ്യനായി മാറുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യമായിരുന്നു, അല്ലെങ്കിൽ സാദൃശ്യമായിരുന്നു സാനു മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ സാനു മാഷിൻ്റെ ഈ ജയന്തി നമുക്ക് എല്ലാ വർഷവും ആഘോഷിക്കുവാനായിട്ടും ഓർമ്മിക്കുവാനായിട്ടും നമുക്കറിയാം. പുതിയ തലമുറ പോകുന്ന വഴികളിൽ ഇത്തരം മഹാമേരുക്കളോ സാലവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്ന, നമുക്ക് മാതൃകയായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളോ ഇല്ല. ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹിക ഇടപെടലിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്തരം വ്യക്തിത്വങ്ങളൊക്കെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ ഓർമ്മകളുടെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് അതിയായ മനസ്സമാധാനവും, നമുക്കും ഓർത്തെടുക്കുവാൻ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാവരെയും മനുഷ്യരായി കാണുകയും എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. ചാവറ ആ ഓർമ്മ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്മാരക പ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നത്. അതെല്ലാ വർഷം തുടരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അത് ആ പിറന്നാളിനോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മറ്റൊരു പ്രത്യേകത മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്ന് പറഞ്ഞ പുസ്തകമാണ്. സാനു മാഷ് എഴുതിയ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് നമുക്കറിയാം. 500-ലധികം കൃതികളുടെ കർത്താവായി സാനു മാഷിൻ്റെ വീട്ടിലിരുന്ന് വളരെ ലളിതമായി എഴുതിയിരുന്നു. അല്ലെങ്കിൽ സദനത്തിലിരുന്ന് എഴുതുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ കണ്ടത്, ചില എഴുത്തുകാർ, ഞാൻ അടക്കമുള്ള സിനിമ എഴുതുന്ന ആളുകളൊക്കെ വലിയ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ആഘോഷമായിട്ട് എഴുത്ത് നടത്തി. ഈ എഴുത്തുകളൊന്നും മനുഷ്യ മനസ്സുകളിലേക്ക് കയറിയിട്ടില്ല. മനുഷ്യ മനസ്സിലേക്കും മനുഷ്യ ഹൃദയങ്ങളിലേക്കും ഭാഷയുടെ ഉള്ളറകളിലേക്കും എത്തി നോക്കുന്ന വളരെ ലളിതമായ ഭാഷയിൽ ലളിതമായ ജീവിത സാഹചര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സാനു മാഷ് നമുക്ക് മാതൃകയായി ജീവിക്കുകയായിരുന്നു. അപ്പോൾ മഹാകവി ഉള്ളൂർ എന്ന് പറയുന്ന വ്യക്തിത്വം ഭാഷയുടെ ചരിത്രത്തിൽ അതിശ്രേഷ്ഠമായ സംഭാവന നൽകിയ വ്യക്തിത്വമാണ്. മഹാകവി ആയിരിക്കെ തന്നെ ഭാഷയ്ക്ക് വേണ്ടി, മലയാള ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന കർമ്മനിരതമായ പ്രവൃത്തികളുടെ ആലേഖനമാണ് ഈ പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ വെളിച്ചപ്പെടുത്തലാണ് ഈ പുസ്തകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് സാനു മാഷും TS ജോയി സാറും ചേർന്നെഴുതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. TS ജോയി സാറ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ ഭാഷയിൽ വിൽപ്പത്തിയുള്ള ഒരു വ്യക്തിത്വമാണ്. നിരവധി പുസ്തകങ്ങൾ എഴുതുകയും നല്ല പ്രാസംഗികനായും എഴുത്തുകാരനായും അധ്യാപകനായും ഭാഷാ പണ്ഡിതനായും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാനു മാഷ് എഴുതിയ പുസ്തകങ്ങളിൽ മറ്റൊരാളുടെ പേര് കൂട്ടിച്ചേർക്കപ്പെടുന്നത് TS ജോയി സാറിൻ്റെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇനിയുള്ള തലമുറ കോളേജുകളിൽ ഭാഷ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇനി അത് പഠിക്കുമോ എന്നുള്ളത്. കാരണം നമ്മളുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ മാറി, ലിറ്ററേച്ചറിനുള്ള പ്രാധാന്യം പാടെ പോയി. പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ അത്രയധികം സ്വാധീനിച്ചു കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ മലയാളം പഠിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ക്ലേശ, അല്ലെങ്കിൽ ഒരു പഴയ ശൈലിയായി മാറുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ മലയാള ഭാഷാ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പുസ്തകമായി മഹാകവി ഉള്ളൂരിനെ മനസ്സിലാക്കുവാനായിട്ടുള്ള, അല്ലെങ്കിൽ മഹാകവി ഉള്ളൂർ
കേരളത്തിനും മലയാള ഭാഷയ്ക്കും എന്ത് സംഭാവനയാണ് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കൈപ്പുസ്തകമായി, വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകമായി ഇതിനോടകം ഒരുപാട് പുസ്തകങ്ങൾ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് വിറ്റുപോയിട്ടുണ്ടെന്നാണുള്ള അറിവ്. അത് ഭാഷയെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇത്തരം പുസ്തകം. ഇത് നോവലല്ല, ഇത് മറ്റു വിധതയിൽ നമുക്ക് ആസ്വദിക്കാനുള്ള കവിതയല്ല, ഇത് ഭാഷയുടെ പഠനവും ആ മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ ചരിത്രമെഴുതിയ മനുഷ്യൻ നടന്ന നാൾവഴികളെക്കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലും അത് നമുക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് വെളിപ്പെടുത്തി തരും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 40-ലധികം പുസ്തകങ്ങളും കൃതികളും കാണാതെ ഇരുന്ന പുസ്തകങ്ങളെ കണ്ടെടുത്തിട്ട് സംയോജിപ്പിച്ച് സനുമാഷും ജോയി സാറും ചേർത്ത് എഴുതിയിരിക്കുന്ന പുസ്തകമാണിത്. അതിന് അത്യധികം പ്രത്യേകതയുള്ളൊരു പുസ്തകം കൂടിയാണ്. അത്തരമൊരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഈ പിറന്നാൾ ദിനത്തിൽ തന്നെ നടക്കുന്നു എന്ന് പറയുന്നത് ഏറെ പ്രത്യേകത കൂടിയതാണ്. സനുമാഷിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ, ചാവറയുടെ ലൈബ്രറിയിലുമെല്ലാം നമ്മൾ കൃത്യമായി അത് അവിടെ കൃത്യമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിലേറെ കൃത്യതയോടുകൂടി കേരളത്തിലെ ലൈബ്രറികൾ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഭാഷാ പഠിതാക്കൾ സൂക്ഷിക്കേണ്ട പുസ്തകമാണ് ഈ പുസ്തകമെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ആ പുസ്തകം ഓടിച്ചു വായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞ ഉള്ളൂർ പരമേശ്വരൻ അയ്യർ എന്ന് പറയുന്ന മഹാകവിയുടെ ജീവിതത്തിലെ ആദ്യകാലഘട്ടത്തിലെ ബുദ്ധിമുട്ടുകൾ, ജീവിതം ആരംഭിക്കുമ്പോൾ മുതലുള്ള നമ്മളറിയുന്ന മഹാകവി എന്ന് പറയുന്ന ശ്രേഷ്ഠമായ പദം അലങ്കരിക്കുന്ന വ്യക്തി എന്നതിലുപരിയായിട്ട് ജീവിക്കുവാനായി കഷ്ടപ്പെട്ട് നിരവധി ജോലികൾ ചെയ്യുകയും ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ അടുത്തടുത്ത കാലങ്ങളിലുണ്ടായ വിയോഗങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വത്തിന് ഒക്കെ ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വരച്ചിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കേട്ടറിഞ്ഞ കവിതകൾക്കപ്പുറം ജീവിച്ച വ്യക്തിത്വത്തെ നല്ല രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട പുസ്തകം കൂടിയാണ് മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്ന പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം സാനു ജയന്തിയുടെ ആഘോഷത്തിനുമായി ഇവിടെ എത്തിച്ചേരുവാനായിട്ടും അതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച സദനത്തെയും സാനു ഫൗണ്ടേഷനെയും ഒരുപാട് സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഇനി ഒരു വാക്കുപോലും കൂട്ടിപ്പറയുന്നില്ല. ഇവിടെ അത് വളരെ ശ്രേഷ്ഠമാം വിധം പ്രകാശനം ചെയ്ത് സംസാരിക്കേണ്ടത് പ്രൊഫസർ എം തോമസ് മാത്യൂസ് സാറാണ്. അത് TS ജോയി സാർ ഏറ്റുവാങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ പുസ്തകം പരിചയപ്പെടുത്തുവാനായിട്ട് അത്രയധികം ഭാഷയിൽ നിപുണതയുള്ള KV അനിൽകുമാർ സാറുമുണ്ട്. ഏവരെയും സ്നേഹത്തോടെ ഓർത്ത് ഇങ്ങനെയൊരു പുസ്തക പ്രകാശന ചടങ്ങ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സാനു ജയന്തിയെ മനോഹരമാക്കിയ സദനത്തിലെ എല്ലാമായ ഗീത ചേച്ചിയെയും അതിൻ്റെ സദനത്തിൻ്റെ പ്രവർത്തന മേഖലയിലെ അതിൻ്റെ കോർഡിനേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തത് പുസ്തക പ്രകാശനമാണ്. മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രൊഫസർ M തോമസ് മാത്യൂസ് സാർ TS ജോയി സാറിന് നൽകി, MS രഞ്ജിത്ത് സാറിന് നൽകി പ്രകാശനം ചെയ്യുന്നു. പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച M തോമസ് മാത്യൂസ് സാറ് സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സന്തോഷവും ഒപ്പം സങ്കടവും തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സാനു മാസ്റ്ററും ഡോക്ടർ TS ജോയിയും ചേർന്ന് എഴുതിയ ഗ്രന്ഥം പ്രകാശിപ്പിക്കാനുള്ള അവകാശം ലഭിച്ചു എന്ന സന്തോഷവും ഒരു വശത്ത്,
ഈ സന്ദർഭത്തിൽ സാനു മാസ്റ്റർ നമ്മോടൊപ്പമില്ല എന്നുള്ള വലിയ സത്യമേൽപ്പിക്കുന്ന ദുഃഖവും മറ്റൊരു വശത്ത് സാനു മാസ്റ്റർ അച്ചടിച്ച രൂപത്തിൽ കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മഹാകവി ഉള്ളൂർ. ആ ഗ്രന്ഥം രചിക്കുന്നതിൽ ഭാഗഭാഗിത്വം വഹിക്കാൻ കഴിഞ്ഞു എന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ ടി.എസ്. ജോയിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കാര്യമായിരിക്കുമെന്ന്. ഒരുപക്ഷെ ലോകത്തിൽ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇതുതന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് പുരസ്കാരത്തേക്കാൾ വലുതാണ് ഒരുപക്ഷെ അല്പം അഹങ്കാരം തോന്നിയാൽ പോലും കുഴപ്പമില്ലാത്ത വിധം വലിപ്പമുള്ള ഒരു അനുഭവമാണ് ഈ സഹഗ്രന്ഥകാരിത്വം എന്നാണ് എൻ്റെ വിചാരം. ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വലിയ തുകകൾ വാഗ്ദാനം ചെയ്യുന്ന പുരസ്കാരങ്ങളുണ്ടാവാം. പക്ഷെ അതിനേക്കാളൊക്കെ ചിലപ്പോൾ ഒരു വാക്ക്, ഒരു നോട്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ആനന്ദകരമായ, ഏറ്റവും കൃതാർത്ഥമായ അംഗീകാരവും അനുഭവമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച അംഗീകാരം ഏത് എന്ന് ചോദിച്ചാൽ അത് വയലാർ രാമവർമ്മ അവാർഡോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ അല്ല. മറിച്ച് ഞാൻ ആദ്യമായി കാണുന്ന സമയത്ത്, അന്ന് ഞാൻ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്, കുട്ടികൃഷ്ണമാരാർ പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് വിദ്യാർത്ഥിയാണ് എന്ന് വിചാരിച്ചിരുന്നില്ല എന്നാണ്. അതിനേക്കാൾ വലിയ അംഗീകാരമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. അതുപോലെ തൻ്റെ ജീവിതത്തിൽ എന്നും ഓർക്കാൻ കഴിയുന്ന ഒരനുഭവമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ നിർമ്മിതി കാലത്ത് സാനു മാസ്റ്ററോടൊപ്പം കഴിയാൻ ജോയിക്ക് കഴിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്പം അസൂയയോടും ആദരവോടും കൂടി തന്നെ ഞാൻ ജോയിയെ ഈ സന്ദർഭത്തിൽ നോക്കുകയും ചെയ്യുന്നു. സാനു മാസ്റ്റർക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എഴുത്ത് വളരെ അനായാസമായൊരു പ്രവൃത്തിയാണ്. അനായാസമാണ്. ഒരു ഭൗതിക സാഹചര്യവും ആവശ്യമില്ലാത്ത ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. എവിടെ വെച്ച് എഴുതാൻ കഴിയും. പക്ഷേ ആ ഓരോ എഴുത്തിൻ്റെയും പിന്നിൽ അനവധി കാലത്തെ അധ്വാനത്തിൻ്റെയും ചിന്തയുടെയും മനനത്തിൻ്റെയും ഒക്കെ അംശങ്ങളുണ്ടാവുകയും ചെയ്യും. എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം സാനു മാസ്റ്റർ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ റിക്കവറി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം തർജ്ജമ ചെയ്തതാണ്. അന്ന് ഞാൻ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ BA വിദ്യാർത്ഥിയാണ്. അത് എഴുതിയെടുത്തത് ഞാനെൻ്റെ വേറൊരു സ്നേഹിതനാണ്. പക്ഷേ റിക്കവറി ഓഫ് ഫെയ്ത്തിൻ്റെ ഈ തടിയൻ വാല്യം ഇങ്ങനെ നിർത്തിപ്പിടിച്ച് അതിലൂടെ കണ്ണോടിച്ചുകൊണ്ട് സാനു മാസ്റ്റർ തർജ്ജമ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടാണ് പറയുന്നത്. ഒരാൾ എഴുതിയെടുക്കുകയും ചെയ്യും. അത്ര വേഗത്തിലാണ്. യാതൊരു തിരുത്തലും ആവശ്യമില്ലാത്ത ഇടയ്ക്ക് കുത്ത്, കോമ, സെമിക്കോളൻ എന്നൊക്കെ മാസ്റ്റർ പറയുകയും ചെയ്യും. ഒക്കെ അതേപടി എഴുതിയെടുത്താൽ യാതൊരു ഭേദഗതിയുമില്ലാതെ അച്ചടിക്കാൻ കഴിയുന്ന ഒരു രചനാ രീതി, അനുഗ്രഹീതമായ രചനാരീതി സാനു മാസ്റ്റർക്കുണ്ട്. അങ്ങനെയുള്ള സാനു മാസ്റ്റർക്ക്
എന്തിനാണ് TS ജോയിയുടെ സഹായം വേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഞാൻ ആ എഴുത്തിൻ്റെ കഥയൊക്കെ അത് ജോയി പറയും. അതല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ജോയിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ വിഭവങ്ങൾ മുഴുവൻ സമാഹരിച്ച് സാനുമാസ്റ്റർ ഏൽപ്പിക്കുന്നത്. ഉള്ളൂരിനെക്കുറിച്ചുള്ള ജീവചരിത്രപരമായ പരാമർശങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ എത്തിച്ച് കൊടുക്കുകയും സാനുമാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങൾ അതേപടി എഴുതിയെടുക്കുകയും ചെയ്യുന്നതാണ് ജോയിയുടെ വലിയ പ്രവൃത്തി. ഇതിന് ഗവേഷണപരമായ ഭാഗങ്ങൾ മുഴുവൻ ചെയ്തത് ജോയിയാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ സാഹിത്യത്തിൽ സാധാരണയിൽ ഏറെ അവഗണിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഉള്ളൂർ എന്ന് നമുക്കറിയാവുന്നതാണ്. മഹാകവി ത്രയം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആശാൻ വള്ളത്തോളൊക്കെ പറഞ്ഞ മിക്കവാറും നമ്മുടെ പരാമർശങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. പല കാരണങ്ങളുണ്ടാവാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും വിമർശനങ്ങളുമൊക്കെ നടത്തിയ ആളുകൾ മറ്റൊരു കാവ്യ മീമാംസയ്ക്ക് പ്രതിഷ്ഠ നൽകാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. ഉദാഹരണം മുണ്ടശ്ശേരി മാസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നത് കാൽപ്പനിക ഭാവുകത്വത്തിന് അനുഗുണമായ ഒരു വിചാരഗതി മലയാളികളിൽ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് കാൽപ്പനികം എന്ന് നമുക്ക് നേരെ പറയാൻ കഴിയുന്ന കാവ്യ രീതിയിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിക്കുന്നതെല്ലാം നിഷേധാത്മകമായിട്ട് അദ്ദേഹം സമീപിക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. എവിടെ അലങ്കാരങ്ങൾ കണ്ടാലും അലങ്കാരങ്ങൾ ചീത്തയാണെന്ന് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ചീത്തയായ അലങ്കാരങ്ങൾ, ചീത്ത എന്ന് വെച്ചാൽ ഒരു ചൈതന്യം കെട്ട അലങ്കാര പ്രയോഗങ്ങൾ ധാരാളമുള്ള കൃതികൾ ധാരാളമായി വായിക്കാൻ നിർബന്ധിക്കപ്പെട്ടൊരു മനസ്സ് അതിൽ നിന്നും ഭിന്നമായി നവോന്മേഷശാലിനിയായ പ്രജ്ഞ അതിൻ്റെ സ്വൈര വിഹാരം നടത്തുന്ന രീതികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുകയും അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിനെയൊക്കെ തള്ളി പറയേണ്ടി വരും. അങ്ങനെ തള്ളി പറഞ്ഞ ഒരു രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഉള്ളൂരിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉള്ളൂർ ഈ കവിതയിൽ കാണുന്ന ഉള്ളൂർ മാത്രമല്ല, അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്ന ഉള്ളൂർ മാത്രമല്ല, വെള്ളം വരുന്നോ അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്ന ഉള്ളൂർ മാത്രമല്ല, അദ്ദേഹം ഇവിടെ അസാധാരണ അമിതം അന്വേഷണ കൗതുകമുള്ള ഭാഷാ സേവനം നിർവഹിച്ച മഹാനായ ഒരു വ്യക്തിയുമാണ്. ഭാഷാ സേവനം മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റാരേക്കാളും ഉറപ്പുള്ള മുദ്ര പതിപ്പിച്ച എഴുത്തുകാരനുമാണ്. ജീവിതത്തിൽ അനവധി നിർഭാഗ്യങ്ങളുമായി ഇടപെട്ട് ജീവിതം നയിച്ച അദ്ദേഹം സ്വന്തം പ്രയത്നം കൊണ്ട് ഏതൊക്കെയോ തലങ്ങളിലേക്ക് ഉയർന്നു പോകും നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ. ഉള്ളൂരെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ജോലിയിൽ തുടങ്ങി അങ്ങ് ദിവാൻ പേഷ്കാർ വരെ വളർന്നു വന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ ചിത്രത്തിൻ്റെ പിന്നിൽ എത്രയോ വലിയ അധ്വാനമുണ്ടായിരുന്നു, എത്രയോ വലിയ വേദനകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഈ വേദനകളൊക്കെ അനുഭവിച്ച ഈ മനുഷ്യൻ ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചപ്പോൾ അത് തൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയോ തൻ്റെ ഒരു സമ്പാദ്യത്തിന് വേണ്ടിയോ തൻ്റെ ക്ഷേമത്തിന് വേണ്ടിയോ അല്ല ഉപയോഗിക്കാൻ ശ്രമിച്ചത്. മറിച്ച് ഈ സമൂഹം എങ്ങനെ ജീവിക്കണമെന്നാണോ താൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഈ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മുമ്പിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കണമോ വേണ്ടിയോ എന്നുള്ള വലിയ പ്രശ്നം വന്ന സമയത്ത് പണ്ഡിതന്മാരായ ശ്രേഷ്ഠ ഗുരുക്കന്മാരെ അദ്ദേഹം വിളിച്ചു വരുത്തി.
ശ്രുതിയും സ്മൃതിയുമൊക്കെ ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നുണ്ടോ, അതവരുടെ അനുവാദം അവർക്ക് ലഭിക്കേണ്ട അവകാശമാണോ, അത് ഗവൺമെൻറ് അനുവദിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള പ്രശ്നത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നമ്മൾക്ക് യാഥാസ്ഥിതികരായ പണ്ഡിതന്മാരെല്ലാം ഇത് ചെയ്താൽ ക്ഷേത്രം നശിച്ചു പോകും എന്ന് പറഞ്ഞവരാണ്. പക്ഷെ അവിടെ യാതൊരു സംശയവുമില്ലാതെ ക്ഷേത്രപ്രവേശനം അനുവദിക്കുക എന്ന് പറയുന്നത് മാനുഷികമായൊരു കാര്യം മാത്രമാണ്. അവരെ മനുഷ്യരായി നിങ്ങൾ കണക്കാക്കുന്നു എങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം എന്ന് ശാഠ്യത്തോടുകൂടി പറയുകയും രാജാവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആൾ മഹാകവി ഉള്ളൂരാണ് എന്ന് കാര്യം നമ്മൾ ഓർക്കണം. അതുവരെ മനുഷ്യരായി കണക്കാക്കാൻ ആളുകൾ മടിച്ചിരുന്നവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആളുകളെ കുറ്റം പറയണമെന്ന് എനിക്കറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ അടിമകളെ സംബന്ധിക്കുന്ന നമ്മുടെ ഒരു പഴയ സങ്കല്പമുണ്ടല്ലോ, പണ്ട് കാലം മുതലേ മനുഷ്യനുള്ള ഒരു സങ്കല്പമാണ്. അരിസ്റ്റോട്ടൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അടിമ എന്ന് പറഞ്ഞാൽ വീട്ടുപകരണത്തിൻ്റെ സ്ഥാനമാണ്, ജീവനുള്ള വീട്ടുപകരണമാണ് അടിമ എന്നായിരുന്നു സങ്കല്പം. നിക്കോമാക്കിനെത്തിക്സിൽ അത് വളരെ വ്യക്തമായി അരിസ്റ്റോട്ടൽ പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കോടാലിയും വാക്കത്തിയും ഒക്കെ ഉള്ളതുപോലെ അടിമകളുമുണ്ട്, അത്രയേ ഉള്ളൂ. ഈ വാക്കത്തിയും കോടാലിയുമൊക്കെ ജീവനില്ലാത്ത അടിമകളാണ്. അടിമകൾ ജീവനുള്ള വാക്കത്തിയോ കോടാലിയോ ആണ്. ഇത് മാത്രമേ ഉള്ളൂ. ആ നിലയ്ക്ക് മാത്രമേ ഒരു വലിയ ജനവിഭാഗത്തെ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് സ്മൃതിയുടെയും ശ്രുതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് വിപ്ലവാത്മകമായ ഈ ചിന്ത കടന്നു വരുന്നത്. അവിടെ അതിനുവേണ്ടി വളരെ യാഥാസ്ഥിതികൻ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന ഉള്ളൂർ സ്വാമി ചെയ്തത് ഇത് അവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറയുക മാത്രമല്ല, അന്ന് ക്ഷേത്ര പ്രവേശന വിളംബരം ഡ്രാഫ്റ്റ് ചെയ്തത് മഹാകവി ഉള്ളൂരായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അന്ന് അദ്ദേഹത്തിൻ്റെ സഹജീവികൾ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചെയ്തത് ഉള്ളൂരിനെ സമുദായ ഭ്രഷ്ടനാക്കുക എന്ന് പറയുന്ന മഹനീയമായ കർമ്മമാണ്. താൻ സമുദായ ഭ്രഷ്ടനായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉള്ളൂർ പറഞ്ഞ അതിപ്രസിദ്ധമായൊരു വാക്യമുണ്ട്. ഇന്നലെ വരെ ഞാൻ ബ്രാഹ്മണനായിരുന്നു, ഇന്നിപ്പോൾ മനുഷ്യനായി തീർന്നിരിക്കുന്നു എന്നാണ്. അത് പറഞ്ഞ കവി സാധാരണ കവിയല്ല. മനുഷ്യനെക്കുറിച്ച് വലിയ ഉദാത്തമായ സങ്കല്പങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കവിയാണ്. നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ വിചാരഗതിയോ നിങ്ങളുടെ വസ്ത്രധാരണവുമല്ല, മറിച്ച് അതിനുപരിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പം. ഏത് രൂപത്തിലായാലും ഏത് ജീവിതഗതി പിന്തുടർന്നാലും ഏതവസ്ഥയിൽ ജീവിച്ചാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് ആദരവർഹിക്കുന്നു എന്നുള്ള ആ മഹത്തായ സന്ദേശം ഒരു പരദേശി ബ്രാഹ്മണൻ്റെ വായിൽ നിന്നാണ് പുറപ്പെട്ടത് എന്നത് ചെറിയ കാര്യമൊന്നുമല്ല, നമ്മൾ ഓർക്കണം. ഇതായിരുന്നു ഉള്ളൂരിൻ്റെ മനോഭാവം. ഉള്ളൂരിനെ ആദ്യമായി കാണാൻ പോയ സന്ദർഭം സാനു മാസ്റ്റർ വിവരിക്കുന്നുണ്ടോ? മാസ്റ്റർ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് മാത്രമല്ല, പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഉള്ളൂർ സാനു മാസ്റ്റർ ചെല്ലുമ്പോൾ രണ്ട് കാലിലും അങ്ങനെ നീരൊക്കെ വന്ന് വളരെ അവശ നിലയിലാണ് ഉള്ളൂർ. ചുറ്റുപാടും ഇങ്ങനെ പുസ്തകങ്ങൾ രേഖകളൊക്കെ ചിതറിക്കിടക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു കാലിങ്ങനെ പൊക്കി വെച്ച് ഉള്ളൂർ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരൊറ്റ വ്യഥ, മരിച്ചു പോകുന്നതിന് മുമ്പ് മരിച്ചു പോകണം എന്ന് ഏത് മനുഷ്യനും ആഗ്രഹിക്കാവുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് ഈ മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ അവസാനത്തെ വോളിയം പൂർത്തിയാക്കാൻ കഴിയണം എന്ന് മാത്രമാണ്. ഒറ്റ ആഗ്രഹം, ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സാഹിത്യ ചരിത്രം പൂർത്തിയാക്കുക എന്നത് മാത്രം. തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചത്. അങ്ങനെ ഒരു വലിയ നിയോഗം ഈ ഭാഷയുടെ അസ്ഥിവാരത്തെ സംബന്ധിച്ച് ഒരു വലിയ നിയോഗം താൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി തൻ്റെ എല്ലാ സൗഖ്യങ്ങളെയും എല്ലാ സംതൃപ്തികളെയും പരിത്യജിക്കുകയും ചെയ്ത്
കഠിനാധ്വാനം ചെയ്ത ഒരു മഹാപുരുഷനാണ് മഹാകവി ഉള്ളൂർ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ത്യൻ സ്ത്രീകളെ അപവദിച്ചുകൊണ്ട് മിസ് മേയോ ചെയ്തൊരു പ്രസ്താവന ഉണ്ടല്ലോ. അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ചിത്രശാല എന്ന് പറയുന്ന കാവ്യം എഴുതുന്നത്. അതിൽ നിറയെ ഇങ്ങനെ ഇന്ത്യയിൽ സമൂഹത്തിൻ്റെ ഉന്നതികളിലേക്ക് കടന്നു വന്ന സ്ത്രീകളെക്കുറിച്ച്, അവരുടെ നേതൃത്വ പാടവത്തെക്കുറിച്ച്, അവരുടെ വൈഭവങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ളൂർ മിസ് മേയോയ്ക്ക് മറുപടി എഴുതുന്നു. അങ്ങനെ പരിത്യജിക്കപ്പെട്ട ആളുകളെ സംബന്ധിക്കുന്ന ഉദാരമായ ഒരു മനോഭാവം മഹാകവി ഉള്ളൂരിനുണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു മഹാകവിയെയാണ് ഈ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഉള്ളൂരിൻ്റെ ചിത്രത്തിന് പകരം പുതിയ ഒരു ഉള്ളൂർ ഭാഷാസേവനം ചെയ്ത, ആത്മത്യാഗം ചെയ്യാൻ സന്നദ്ധനായ, തൻ്റെ സ്വകാര്യമായ ദുഃഖങ്ങളെയും സ്വകാര്യമായ പരിമിതികളെയും പരിഗണിക്കാതെ കഠിനമായി അധ്വാനിക്കുകയും ഈ സാഹിത്യത്തിന് പുതിയ ബലിഷ്ഠമായ അസ്ഥിവാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്ത ഒരു ചരിത്രപുരുഷനെ നമ്മുടെ മുമ്പിൽ സാനു മാസ്റ്ററുടെ സഹജമായ ആർജവത്തോടുകൂടി, ലാളിത്യത്തോടുകൂടി, സൗഭാഗ്യ തികവോടുകൂടി, ശില്പ ഭദ്രതയോടുകൂടി ആവിഷ്കരിച്ചിരിക്കുന്നു. ആ വലിയ കർമ്മത്തിൽ ഗ്രന്ഥകർത്താവായി തീരാൻ കഴിഞ്ഞതിൽ ഞാൻ ടി.എസ്. ജോയിയെ വീണ്ടും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഈ ഗ്രന്ഥം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായ ഒരു ഗ്രന്ഥമാണ്. ഒട്ടേറെ പുതിയ വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ്. ആ വിവരങ്ങളാവട്ടെ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ ലാളിത്യത്തോടുകൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് കേരളത്തിലെ സഹൃദയ സമൂഹം ഇരുകൈകളും നീട്ടി സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ പുസ്തകം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പ്രകാശനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിച്ച തോമസ് മാത്യു സാറിന് സ്നേഹം. പുസ്തകം ഏറ്റുവാങ്ങിയ സനുമാഷിൻ്റെ മകൻ MS രഞ്ജിത്ത് സാറിനെ സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഈ പുസ്തക പ്രകാശനത്തിന് വേദി ഒരുക്കി തന്ന SNV സദനം ട്രസ്റ്റ് ഭാരവാഹികൾക്കും അതിൻ്റെ സെക്രട്ടറി ഗീത ചേച്ചിക്കും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ അച്ഛൻ SNV സദനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. കഴിഞ്ഞ ജൂലൈ 27-ന്, അതായത് കൃത്യം 2 മാസം മുമ്പ്, അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ആ 27-ാം തീയതി അച്ഛന് 27-ാം തീയതി സദനത്തിലെ വാർഷിക പൊതുയോഗം നടക്കേണ്ട ദിവസമാണ്. അവർ നടക്കുകയും ചെയ്തു. പക്ഷേ അച്ഛൻ ആശുപത്രിയിൽ വളരെ അസ്വസ്ഥനായിരുന്നു. അച്ഛന് അതീവ ദുഃഖമുണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ. ഈ പുസ്തകത്തെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. എന്നിരുന്നാലും മഹാകവി ഉള്ളൂർ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ചുരുക്കി പറയാം. ഞാൻ പഠിച്ചിരുന്ന TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അച്ചടക്കം വളരെ കണിശമായി നടത്തിയിരുന്നൊരു വിദ്യാലയമാണ്. പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയത് മർച്ചൻ്റ് നേവിയിൽ. അവിടെയും അച്ചടക്കം വളരെ കർശനമായി പരിപാലിക്കപ്പെടുന്ന ഒരു തൊഴിലിടമാണ്. ഏകദേശം 10 വർഷത്തെ സേവനത്തിന് ശേഷം ഞാനത് രാജിവെച്ചു ഒരു സ്വയം സംരംഭകനായി. ഇവിടെയും ഞാൻ സ്വയം ഒരു അച്ചടക്കം പാലിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടി. ഇവിടെ ഈ സ്ഥാപനത്തിലാണെങ്കിൽ അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആയതുകൊണ്ട് തന്നെ ഈ അച്ചടക്കമില്ലായ്മ കൊണ്ട് ഞാൻ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. ഇവിടെ ഇൻഡിസിപ്ലിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയാവുന്ന ബാൽസാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ
ഇതെനിക്ക് വളരെ ഒരു വിഷമമുണ്ടായി. അച്ഛൻ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഒരു അവധി ദിവസം അച്ഛൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ജോലിയൊക്കെ എന്താ, എങ്ങനെ പോകുന്നു? ജോലിയൊക്കെ എനിക്കറിയാം, അത് ആളുകളെ കൊണ്ട് ഓരോ സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യിക്കുക. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നില്ല, അവർക്ക് അച്ചടക്കമില്ല. മറ്റുള്ളവർ ജോലി ചെയ്യാത്തതിന് ഞാൻ പഴി കേൾക്കേണ്ടി വരുന്നു. ആയതുകൊണ്ട് ഈ ജോലി മതിയാക്കി ഞാൻ തിരികെ മർച്ചൻ്റ് നേവിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അച്ഛൻ എഴുതിക്കൊണ്ടിരുന്ന ബോൾ പോയിൻ്റ് പേന താഴെ വെച്ചു. ഇപ്പോൾ കുട്ടികളെന്ന് ഉദ്ദേശിച്ച എൻ്റെ മക്കളെ, എനിക്ക് 3 മക്കളുണ്ട്. കുട്ടികൾ വളർന്നു വരുന്നത് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ കാണാനൊക്കൂ. ആ സമയത്ത് 6 മാസം കടലിലും 6 മാസം കരയിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറയാം, അച്ഛാ എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടുന്ന് ഇത് വിട്ടു പോകാനും തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അച്ഛന് ഈ സ്ഥാപനത്തെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം മഹാകവി ഉള്ളൂരിനെ ഉദ്ധരിച്ചത്. നമുക്ക് നാമേ പണിമതു നാഗം നരകവും അതുപോലെ. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം മുൻപിൽ തന്നെ 5-6 പേനകൾ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഫൗണ്ടൻ പേന എടുത്തു. ഫൗണ്ടൻ പേന എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഫൗണ്ടൻ പേന വെച്ച് എഴുതുന്നത്. ഇങ്ങനെ എഴുതി കാണിച്ചു. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടെന്നാൽ നാഗം എന്നാൽ സ്വർഗം ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം വന്ന് മനസ്സിലാക്കി തരികയും അതിൻ്റെ ഈ വരികളുടെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി തരികയും ചെയ്തു. അതും കൂടാതെ ഒരുപടി മുന്നോട്ട് പോയി ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തു തരികയും ചെയ്തു. വി അവർസെൽസ് ബിൽഡ് ദ ഹെവൻ ഓൺ എർത്ത് ആൻഡ് ദ ഹെൽ ടു. സ്വർഗവും നരകവും ഒക്കെ നമ്മളല്ലേ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക സ്വർഗം വേണോ നരകം വേണോ എന്ന്. ഈ ഉള്ളൂരിൻ്റെ ഈ വരികൾ ഞാനിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടന്നു. ഞാൻ അവിടെ ചെയ്യുന്ന ജോലിയും എൻ്റെ സഹപ്രവർത്തകർ എന്താണ് ചെയ്തത് ഇതെല്ലാം ഒന്ന് അവലോകനം ചെയ്യുകയും എൻ്റെ ഭാഗത്ത് ഇന്ന് ചില വീഴ്ചകളൊക്കെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുകയും അത് കരയിലെ ജോലിയും ഈ നേവിയിലെ ജോലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്രയും കർക്കശ സ്വഭാവത്തോടെ അവരോട് പെരുമാറാൻ പാടില്ല. അതുകൊണ്ടാണ് അവരും ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ അച്ചടക്കമില്ലായ്മയായിട്ട് പൊരുത്തപ്പെടാൻ എനിക്കൊരു പിടിവള്ളിയായിരുന്നു ഉള്ളൂരിൻ്റെ ഈ വരികൾ. അങ്ങനെ ഞാനത് ശ്രമിച്ചു നോക്കി. അങ്ങനെ വലിയ കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ 38-ാമത്തെ വയസ്സിലാണ്. 38-ാമത്തെ വയസ്സിൽ 3-ാമത്തെ ജോലിയാണ്. അത് ആ ജോലിയും വിടണമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഞാനതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയും 22 വർഷം അവിടെ ജോലി ചെയ്യുകയും അവിടുന്ന് തന്നെ വിരമിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പല ഘട്ടത്തിലും എനിക്ക് ഈ മഹാകവിയുടെ വരികൾ എനിക്ക് തുണയായി നിന്നിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ വരികൾ എന്നെ മുന്നോട്ട് നയിക്കുന്നു. നേവിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അവസരത്തിൽ ധന്യമായ മുഹൂർത്തത്തിൽ മഹാകവി ഉള്ളൂരിന് ഒരു ബിഗ് സല്യൂട്ട്. അച്ഛനോടൊപ്പം ഈ പുസ്തകം എഴുതിയ ഡോക്ടർ ജോയ്ക്കും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സന്മനസ് കാണിച്ച മാതൃഭൂമി ബുക്സിനും സാനു മാഷിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയും ഈ പുസ്തകത്തിന് എല്ലാ ആശംസയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ച MS രഞ്ജിത്ത് സാറിന് സ്നേഹം. പുസ്തക പരിചയത്തിനായി ശ്രീ KV അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ ഓരോ പ്രസംഗം നടക്കുമ്പോഴും നടന്നത് മറ്റൊന്നുമല്ല, പുസ്തക പരിചയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് പുസ്തക പരിചയം എന്ന ഒരു വിഷമം പിടിച്ച കാര്യം ഞാൻ ചെയ്യും എന്ന് ദയവായി നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇതിലെ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് ചെയ്യുന്നത്.
തോമസ് മാത്യു സാറ് സൂചിപ്പിച്ചതുപോലെ ഉള്ളൂരിനെ കാണാൻ ചെല്ലുമ്പോൾ കാലിൽ നീര് വന്ന കാല് ഒരു സ്റ്റൂളിൽ കയറ്റി വച്ചിരിക്കുന്ന ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ അവസാനത്തെ അധ്യായം എഴുതി തീർക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ മഷിപ്പാത്രമൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കുശല സംഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാചകം, നമ്മൾ മനുഷ്യനാണെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടെങ്കിൽ സാനുമാഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ നമ്മളെല്ലാവരും ലോകാനുരാഗി എന്ന വാക്കിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചു വാചകം നമ്മുടെ അന്തരാത്മാവിൽ കുറിച്ചു വെക്കേണ്ടതാണ്. ഈ കർമ്മം ഞാനല്ലാതെ മറ്റാരാണിനി ചെയ്യുക എന്ന് പറഞ്ഞ ആ വാചകം നമ്മുടെ മനസ്സിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു നന്മ ചെയ്യാൻ ഞാനല്ലാതെ വേറെ ആരാണ് എന്ന ചോദ്യം ഏത് സൽക്കർമ്മത്തെയും പിന്തുടരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിൽ പതിയേണ്ടതാണ്. രണ്ടാമത്, ഇത് സഹരചയിതാവായ ശ്രീ ജോയ് മാഷിനെ അങ്ങേര് എത്ര വിചാരിച്ചാലും ഒരു ഗണപതിയുടെ പദവിയിലേക്ക് ഉയരാൻ പറ്റില്ല. അതുകൊണ്ട് സാനുമാഷിനോട് ഉള്ള ഏറ്റവും വലിയ സ്നേഹം ജോയി എന്ന ഈ മനുഷ്യനെ സാനുമാഷ് ഗണപതിയാക്കി ഉയർത്തി എന്നതാണ്. കാരണം വ്യാസൻ മഹാഭാരതം സങ്കല്പിച്ച ആളാണ്. പക്ഷേ എഴുതാൻ പറ്റുന്ന ആളെ പുള്ളിക്ക് കിട്ടിയില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് മഹാരാജാസ് കോളേജിൽ പഠിച്ച ഗണപതി എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കിയത്. മഹാരാജാസ് കോളേജല്ല, വേറെ ഏതോ വിദേശ സർവകലാശാല ആയിരിക്കണം. അങ്ങനെ ഞാൻ പറയും, നിങ്ങൾ എഴുതണം. അപ്പോൾ ഒരു കുറുമ്പ് തിരിച്ചങ്ങോട്ടും വെച്ച് കൊടുത്തു. കാരണം അർത്ഥമറിയുന്ന കാര്യം അതങ്ങോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എഴുതുന്ന പേനയുടെ വേഗത്തോടൊപ്പം സാനുമാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ എഴുതിക്കൊണ്ടും ഇരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിലെ ഈ വളരെ കണ്ണീര് വീണ് നനഞ്ഞ ബാല്യത്തിനൊക്കെ ശേഷം സഹോദരി സഹോദരന്മാരുടെ ജീവിതം, വീട്ടിലുണ്ടായ മരണങ്ങൾ, ഒരുപക്ഷെ ലോകസാഹിത്യത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ കണ്ട ഒരു വീട് ഒരുപക്ഷെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റേതായിരിക്കും. അത് കഴിച്ചാൽ ഒരുപക്ഷെ ഉള്ളൂരിൻ്റെ ജീവിതത്തിലും മരണവും വേദനയും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ബാല്യത്തെക്കുറിച്ചാണ് പറഞ്ഞ് തുടങ്ങുന്നത്. പിന്നെ നേരത്തെ തോമസ് മാത്യു സാറ് പറഞ്ഞതുപോലെ പദവികളിലൊന്നും അഭിരമിക്കാതെ, ഇപ്പോഴത്തെ അർത്ഥത്തിലാണെങ്കിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി വരെ, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിക്ക് റിട്ടയർമെൻ്റ് ഇല്ല. അങ്ങനൊരു ഗുണമുണ്ട്. കാരണം ഒരു ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ റിട്ടയർമെൻ്റ് ഇല്ല. ആർക്കും ഒരു നാണവും മാനവും ഈ ആദർശവും എന്ന് പറയുന്ന സാധനം ഒന്നുമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 18 പടി കയറിയിട്ട് വേണം ശബരിമലയിൽ ചെല്ലാനെന്നാണ്. 41 ദിവസം വ്രതം എടുത്തിട്ട് വേണം അവിടെ ചെല്ലാനെന്നാണ്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിലോ
36 മുതൽ 51 വരെയുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലോ 51A പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലോ 52 പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങളിലും പദവിയിലോ ഈ ആചാരങ്ങളൊന്നും ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ആചാര നാമജപ ഘോഷയാത്രയും നമ്മുടെ കേരളത്തിലൊന്നും കണ്ടിട്ടില്ലത്. ഇതൊക്കെ നമ്മളൊരു മാതിരി തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ് നിയമങ്ങളും ചട്ടങ്ങളും എന്ന രീതിയിലുള്ള പോക്കാണ് നമ്മുടെ ഒരു പോക്ക്. അപ്പം അങ്ങനെ ഇത് പറയാൻ കാര്യം, ഈ പദവിയിൽ ചീഫ് സെക്രട്ടറി വരെ വരുന്ന ആളായിട്ട് പോലും അതിൻ്റെ ഒന്നും ഒരു അഹങ്കാരമില്ലാതെ അങ്ങേറ്റം ലാളിത്യത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ് എന്നത്. മറ്റൊന്ന്, അടിമുടി കേരളീയനായി ജീവിച്ച, അടിമുടി കേരളീയത തൻ്റെ രചനകളിലാകെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം തൻ്റെ കാവ്യരചനാ ശൈലിയിൽ സൃഷ്ടിച്ച ഒരാളാണ് എന്ന കാര്യമാണ് അടുത്ത അധ്യായത്തിൽ. ഒരധ്യായത്തിൻ്റെ പേര് മഹാഭാരതത്തോടുള്ള ആരാധന എന്നാണ്. അത് മാഷ് സൂചിപ്പിച്ചു. അത് തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇതുവരെ മലയാള സാഹിത്യത്തിൽ വായിച്ച ഒരു രചനയിലും ഇത്രയും ഗംഭീരമായൊരു വാചകമില്ല. ഈ ഒരു വാചകം വായിച്ചാൽ തന്നെ ഒരുപക്ഷേ കുമാരനാശാനോളമോ വള്ളത്തോളിനോളമോ തലപ്പൊക്കമുള്ള ഒരാളാണ് ഉള്ളൂർ. ഈ ഒരു വാചകം പൊതുവേ നമ്മൾ മറ്റൊന്ന് നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെന്നപ്പോൾ ഞാനല്ലാതെ ആരാണ് എഴുതാൻ എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നാടുകടത്തപ്പെടാൻ ഇടയാവുകയാണെങ്കിൽ അഥവാ തുറുങ്കിലടയ്ക്കാൻ വിധിക്കപ്പെടുകയാണെങ്കിൽ മഹാഭാരതം മാത്രം കൂടെ കൊണ്ടുപോകാൻ അധികൃതർ അനുവദിച്ചാൽ മതി. അവിടെ എൻ്റെ ജീവിതം സസന്തോഷം ഞാൻ നയിച്ചു കൊള്ളാം എന്നാണ്. ഇതാണ് മഹാഭാരതത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെ അടയാളവാക്യം. പഴയ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വിപ്ലവകാരിയായ ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹം ബറോഡ ഡൈനാമിറ്റ് കേസിൽ തൂക്കുമരം കാത്ത് കഴിയവേ ജോർജ് ഫെർണാണ്ടസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൻ്റെ പേര് ഭഗവത്ഗീത എന്നായിരുന്നു. ഇത്തരത്തിലുള്ള വിസ്മയങ്ങളിലൊന്നാണ് ഈ മഹാഭാരതത്തോടുള്ള ഉള്ളൂരിൻ്റെ ആരാധന എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ ഉള്ളൂർ കണ്ടെത്തുന്നത് ഒന്ന് കർണനും മറ്റൊരു ദ്രൗപദിയുമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രസവിക്കാൻ നേരത്ത് ദ്രൗപദിക്കൊരു സംശയം, എങ്ങനെയുള്ള കൊച്ചിനെ പ്രസവിക്കണം. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ആളുകളൊക്കെ സിസേറിയൻ ആയതുകൊണ്ട് പെണ്ണുങ്ങളുടെ ധാരണ പെണ്ണുങ്ങളാണ് പ്രസവിക്കണമെന്നല്ല, അതല്ല, ഡോക്ടറാണ് അതിൻ്റെ ആൾ. അതുകൊണ്ട് ഇവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുള്ള കുട്ടിയെ പ്രസവിക്കണമെന്ന് ചോദിച്ചപ്പോൾ കുന്തി കൊടുക്കുന്ന ഉപദേശം, ഭാഗ്യവന്തം പ്രസൂയേതാം മാ ശൂരം മാ ച പണ്ഡിതം. ഭാഗ്യവാനെ പ്രസവിക്കുക, ഭാഗ്യം ഉണ്ടാകണം. അതിപ്പോൾ MLA ആകാനും MP ആകാനും ഒക്കെ വോട്ട് വേണമെങ്കിലും ഭാഗ്യവും കൂടി വേണം. സ്ഥാനാർത്ഥിയാകാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ. ആരെ പ്രസവിക്കരുത്? ധീരനെ പ്രസവിക്കരുത്, പണ്ഡിതനെയും പ്രസവിക്കരുത്. ധീരരും പണ്ഡിതരുമായ 5 മക്കളുണ്ടായിട്ട് കണ്ണുനീരൊഴിഞ്ഞ ഒരു ദിവസവും കുന്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ കുന്തിയെ അടിസ്ഥാനമാക്കി സാനു മാസ്റ്റർ, ജീവചരിത്രങ്ങളുടെ രാജശില്പിയായ സാനു മാസ്റ്റർ, നിരൂപണങ്ങളുടെ രചയിതാവായ സാനു മാസ്റ്റർ കുന്തി ദേവി എന്ന ഒരു നോവലും എഴുതി. മഹാഭാരതത്തിലെ ഒരു നോവൽ ആ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി
ഒരു കൃതി എഴുതേണ്ടി വന്നപ്പോൾ കഥാപാത്രമാക്കിയത് കുന്തി ദേവിയെയാണ്. ഉള്ളൂർ ദ്രൗപദിയെയും മറ്റൊരാൾ കർണനെയും. കുട്ടിക്കൃഷ്ണമാരാർ കർണനെക്കുറിച്ച് എഴുതുന്നത് ഉള്ളൂർ ഈ കർണഭൂഷണം എഴുതിയതിന് ശേഷമാണ് എന്നതും, പിന്നെ മാരാരുടെ കൃതിക്ക് അവതാരിക എഴുതിയത് ഉള്ളൂരാണെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ മറ്റൊരധ്യായം ദേശീയതയും സ്വാതന്ത്ര്യ സമരാഭിമുഖ്യവും. 3 കവികളിൽ ഏതാണ്ട് ഒരേ കാലത്ത് ജീവിച്ചിരുന്ന 3 കവികൾ. ആശാൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കാര്യമായിട്ട് മിണ്ടിട്ടില്ല. വള്ളത്തോൾ പക്ഷേ വേണ്ടതിൽ കൂടുതൽ എഴുതുകയും ചെയ്തു. ഉള്ളൂർ പക്ഷേ അങ്ങനെ എഴുതിയും നമുക്കറിയില്ല. ആ വിവരം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും, നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. 1911 ജനിച്ച ആളാണ് ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയും. 37-ാം വയസ്സിൽ ചങ്ങമ്പുഴ മരിച്ചു 1985. ആ ചങ്ങമ്പുഴ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആ കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കത്തി നിൽക്കുന്ന കാലമാണ്. മരിച്ചിട്ട് വൈലോപ്പിള്ളി ഒരു 35 കൊല്ലം കൂടി പിന്നെ ജീവിച്ച് 85-ലാണ് മരിക്കുന്നത്. ഈ 2 പേരും ആ കാലത്ത് കത്തി ജ്വലിച്ചു എന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്നത് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം എഴുത്തുകാരൻ അവരെ സ്വാധീനിക്കുന്ന കാര്യത്തെക്കുറിച്ച് എഴുതുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മറ്റേതിനെക്കുറിച്ച് എഴുതിയില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല. അതുപോലെ വേദാന്തത്തെക്കുറിച്ച് എഴുതിയ പിന്നെ രചനകളെക്കുറിച്ച് ഇതിലെ പരാമർശമുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന് സ്നേഹഗായകൻ എന്ന ഒരു അധ്യായമാണ്, പ്രേമഗായകൻ. ഈ ഉള്ളൂരിനെ സംബന്ധിച്ച് ഉള്ളൂരിൻ്റെ ഒരു കൃതിയെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കൃതിയുടെ പേര് വേറൊന്നുമല്ല, അത് പ്രേമസംഗീതമാണ്. ഇവിടെ ശ്രീ രഞ്ജിത്ത് 2 വരി ആകെ പറഞ്ഞുള്ളൂ, അത് പ്രേമസംഗീതത്തിലാണ്. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഈ പുസ്തകത്തിൻ്റെ മുൻപിൽ പടിപ്പുരവാക്യമായി കുറിച്ചതും വേറൊരു കൃതിയിലെ വരിയല്ല, ഇത് പിന്നെ പ്രേമസംഗീതത്തിലെ വരികളാണ്. ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ ഇന്നും പറയുന്നൊരു കാര്യം, 10ാം ക്ലാസ്സിൽ പഠിച്ച മലയാള ടെക്സ്റ്റ് പുസ്തകത്തെ പോലെ അത്ര നല്ലൊരു സാഹിത്യകൃതി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ആശാൻ്റെ എല്ലാവരും എത്തുന്നിടം, കരുണ, വാസവദത്ത കിടക്കുന്ന രംഗം, വള്ളത്തോളിൻ്റെ ഭക്തിയും വിഭക്തിയും, കേളിയേറിന ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന മാധവസേവ മാനവസേവ അല്ല, അത് തലതിരിഞ്ഞ ഏർപ്പാടാണ്. മര്യാദയ്ക്ക് പഠിക്കണം. മാനവസേവ = മാധവസേവ. വാതരോഗം വന്ന് കരയുന്ന ഭട്ടതിരിയുടെ സൂക്കേട് മാറ്റാൻ ദൈവമെന്ന് പറയുന്ന ശ്രീകൃഷ്ണന് പറ്റിയില്ല. പൂന്താനം എന്ന് പറയുന്ന പാവം അയാളുടെ പുസ്തകം തിരുത്തി കൊടുത്താൽ ഈ രോഗം മാറുമെന്ന് പറയുന്ന ഉജ്ജ്വലമായ മാനവികതയുടെ സന്ദേശം ഉൾക്കൊണ്ട കവിതയാണ് ഭക്തിയും. അതിൽ അന്ന് ഉണ്ടായ കവിതയാണിത്. ഇന്ന് മതം, ജാതി വലിയ പ്രശ്നമായി തീരുന്ന കാലത്ത് നമ്മൾ വേറൊന്നും ചൊല്ലണ്ട, ഇത് ചൊല്ലിയാൽ മതി. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമം അതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ആ പ്രണയത്തിൻ്റെ, പ്രേമത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ശരീരം ഭക്തി, അനുരാഗം, ദയ, അതാണ് ശരീരം എന്നാണ്. ഈ സ്നേഹത്തിൻ്റെ ശരീരം ഭക്തി, അനുരാഗം, ദയ. ഇപ്പം നേരത്തെ ദൈവദശകം ചൊല്ലിയപ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഗുരു പറഞ്ഞത് ദയാസിന്ധു എന്നാണ്. പണ്ഡിതനായ ശങ്കരാചാര്യർ പറഞ്ഞത് ജ്ഞാനസിന്ധു എന്നാണ്. അറിവിൻ്റെ സമുദ്രവും കാരുണ്യത്തിൻ്റെ സമുദ്രവും വ്യത്യാസമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് സ്നേഹവും കാരുണ്യവുമാണ്. സ്നേഹമെന്ന മതമാണ് എന്ന കാര്യം കൂടുതൽ ഓർമ്മിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്.
ഒരു പുസ്തകത്തിൽ മാഷ് പറയുന്നുണ്ട്, കരുണയാണ് കുമാരനാശാൻ്റെ ഏറ്റവും നല്ല കൃതി എന്നൊരു പരാമർശമുണ്ട്. കരുണ അവസാനിക്കുന്നത് ഇതുപോലെ കാരുണ്യമുള്ള ആൾക്കാർ ഇനിയും ലോകത്തിന് ആവശ്യമുണ്ട് എന്നെഴുതി നദോന്നതയിൽ എഴുതി പേന എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ് കുമാരനാശാൻ ചെയ്തത്. ആ കാരുണ്യം അതാണ് ഇപ്പോൾ ഗുരുവും. ഇപ്പോൾ നമുക്ക് പറയാം സാമൂഹ്യമായി ശ്രീനാരായണ ഗുരുവും സാഹിതീയമായി കുമാരനാശാനും ഒരു ശരീരത്തിൽ സംഗമിക്കാമെങ്കിൽ ആ സംഗമസ്ഥാനത്തിൻ്റെ പേരാണ് MK സാനു എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ അധ്യായങ്ങൾക്ക് പേരിടുന്നതിൽ കാണിച്ച അസാധാരണമായൊരു സൗന്ദര്യം. ഇപ്പം ഇതിൻ്റെ പേര് തന്നെ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്നാണ്. നക്ഷത്രം മാഷിന് വളരെ ഇഷ്ടമുള്ളൊരു പേരാണ്. അതുകൊണ്ടാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് എഴുതിയപ്പോൾ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് പേരിട്ടത്. താരകങ്ങളെ കാണുക നിങ്ങൾ. ചങ്ങമ്പുഴ തൻ്റെ ശവകുടീരത്തിലേക്ക് ക്ഷണിക്കുന്ന നക്ഷത്രങ്ങളെയാണ്. ആ വാക്കാണ് മാഷ് ഇതിന് ഇട്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ തോമസ് മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ടൈറ്റിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അതിനെ അനുകൂലിച്ചതിന് ഭ്രഷ്ട് കൽപ്പിച്ചു. ഇതാദ്യമായിട്ടൊന്നുമല്ല. എറണാകുളത്ത് നമുക്കറിയാമല്ലോ, സഹോദരൻ അയ്യപ്പന് കിട്ടിയ നോബൽ സമ്മാനം പുലയൻ അയ്യപ്പൻ. അതങ്ങേര് വലിയ തൂവലായിട്ട് പിന്നെ കൊണ്ടു നടന്ന മനുഷ്യനാണ്. അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പല ഉടായ്പും ചെയ്യും. കാരണം വെച്ചാൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ പേരിലുള്ള സമ്മാനം ആർക്കാണ് കിട്ടിയെന്ന് അറിയാമല്ലോ. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ ഈ തെമ്മാടിത്തരം? ദൈവത്തിൻ്റെ പേരിലുള്ള സമ്മാനം ചെകുത്താൻ ആരെങ്കിലും കൊടുക്കുമോ? ആ മാതിരിയുള്ള ഉടായ്പാണ് ഈ പിന്നെ മതസാഹോദര്യം എന്ന് പറയുന്ന സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന ഒരുത്തൻ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ലോകം മുഴുവൻ കാണുക വിളിച്ചുകൊണ്ട് വരുന്ന ഒരു പരിപാടി ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഡാഷായി ജനിക്കണം എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വിളിക്കുന്ന പേര് MP എന്നാണ്. ഈ മാതിരി ഈ പരിപാടിയാണ് നമ്മുടെ കയ്യിലും ഇരിക്കുന്നത്. അപ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നലെ വരെ ബ്രാഹ്മണനായിരുന്നു, ഇന്നു മുതൽ മനുഷ്യനായി. അത് ഒരു ചാപ്റ്ററിൻ്റെ തലക്കെട്ടായി കൊടുക്കുന്നു എന്നത് എത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ് ഈ ഒരു പ്രവർത്തനം എന്നുകൂടി കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പണ്ഡിതനായിട്ടും വളരെ ഒരു ശിശു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രപഞ്ചമസ്മത് ഭാവവിഡംബന പാടവമാർന്ന നടൻ, പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു, പ്രപഞ്ചമസ്മത് ഭാവവിഡംബന പാടവമാർന്ന നടൻ. പിന്നെ തത്തയുടെ കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ എഴുതിയ ആള് കുഞ്ഞുങ്ങളെ നോക്കി പാടുന്നു, കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. കണ്ടോ? നോക്ക് ആ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ അതിനൊരു റേഞ്ച്. അങ്ങനെ എഴുതുന്ന ആള് കാക്കേ കാക്കേ കൂടെ വിടെ, 12 വയസ്സിലോ മറ്റോ പിതാവ് മരിച്ചിട്ട് ആ ശവസംസ്കാരം കഴിഞ്ഞ് അതിൻ്റെ അടുത്തിരുന്ന് ഈ കാക്കയെ നോക്കി എഴുതിയ പാട്ടാണ് കാക്കേ കാക്കേ കൂടെ ഇവിടെ. ഇത് എഴുതിയ ആരാണെന്ന് വരെ, ഉള്ളൂരാണെന്ന് വരെ പലർക്കും പിടികിട്ടില്ല. കാരണം ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്ടി എന്നൊക്കെ പറയുന്ന ഏർപ്പാട് അവർ പഠിച്ചു വച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാണ്ഡിത്യം ഉള്ള സമയത്ത് തന്നെയും പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതാനുള്ള മനസ്സ് അത് വള്ളത്തോളിൽ അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല. കുമാരനാശാനുണ്ടായി. പിന്നെ പൂക്കളെ നോക്കി അമ്മ പറയുന്നുണ്ടല്ലോ, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന 2 വരിയെ വെല്ലുന്ന ഒരു മലയാള കവിത ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കവിതയായി ജീവിതം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും കവിയായ കൽപ്പറ്റ നാരായണൻ്റെ വളരെ വിഖ്യാതമായ നിരീക്ഷണം. നേരത്തെ തോമസ് മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ ഉദാത്തമായ സ്ത്രീ സങ്കല്പം, സ്ത്രീയെ സ്നേഹിക്കുകയും സ്ത്രീയെ ആദരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സ്ത്രീ സൗഹൃദ സങ്കല്പവും കൂടി അദ്ദേഹം സൂക്ഷിക്കുകയുണ്ടായി.
അതുപോലെ തന്നെ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ സയൻസ് ദശകം, സഹോദരനയ്യപ്പൻ്റെ സയൻസ് ദശകത്തെ ഓർമ്മിപ്പിക്കുന്ന വരികൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രബോധത്തെ പ്രോജ്വലിപ്പിക്കുന്ന കൃതികളും എഴുതിയ ആളാണ്. ഇതിൻ്റെ അവസാനം ഒരു 12 സഹായ ഗ്രന്ഥങ്ങളിൽ 21 സഹായ ഗ്രന്ഥങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. ആ 21 ഗ്രന്ഥങ്ങളും ഈ കൊച്ചു ഗ്രന്ഥവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ 21 ഗ്രന്ഥങ്ങളിൽ കവിയായ സാഹിത്യകാരനായ ഉള്ളൂരിനെയാണ് കൂടുതൽ പ്രകാശിപ്പിച്ചിട്ടുള്ളതെങ്കിൽ, ഈ ചെറിയ പുസ്തകം, ഇത് സ്മോളാണ്, ലാർജല്ല, എന്നാലും സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നോട് പറയില്ലേ, അതുപോലെ മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ട് അമ്പ എന്ന് പറയുന്ന നാടകവും ഉള്ളൂർ എഴുതുന്നതായിട്ട് പറയുന്നുണ്ട്. മറ്റേ നാടകത്തെക്കുറിച്ച് മലയാള നിരൂപണത്തിൽ ഇത്രയേറെ എഴുതിയൊരു എഴുത്തുകാരനില്ല. അവതാരികലത് പറയുന്നുണ്ടല്ലോ നാടകത്തെക്കുറിച്ചുള്ള അക്കാഡമിയുടെ വ്യത്യാസം. ഒരു കവി എന്നതിനേക്കാൾ, ചരിത്രകാരൻ എന്നതിനേക്കാൾ, നിരൂപകൻ എന്നതിനേക്കാൾ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അല്ലാതെയുള്ള മേഖലകളിലെ ഔന്നത്യങ്ങളിലേക്ക് കൂടി പടരുന്ന രചനകൾ കൊണ്ട് സമ്പുഷ്ടമായ പുസ്തകമാണ്. ആകാരത്തിൽ ചെറുതെങ്കിലും അന്തസത്തയിൽ അമൂല്യമായ ഒരു പുസ്തകം. ആ പുസ്തകം ഉള്ളൂരിനോടുള്ള ആദരവ് എന്ന പോലെ തന്നെ സാനു മാസ്റ്ററോടുമുള്ള ഒരു ആദരവ് എന്ന നിലയ്ക്ക് 2 ദീപസ്തംഭങ്ങളെ ഒരുപോലെ ജ്വലിപ്പിച്ച് കാണിക്കുന്ന ഒരു പുസ്തകം നമുക്ക് ശ്രീ TS ജോയും സാനുമാഷും ചേർന്ന് നമുക്ക് നൽകി എന്നതിൽ നമുക്കേറെ സന്തോഷിക്കാൻ അവകാശമുണ്ട്. ഈ നല്ല ഒരു പുസ്തകം വായനക്കാർക്കായി നൽകിയ ഈ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ കാണുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് കാണുന്ന സാനു മാസ്റ്ററെയും കണ്ണുകൊണ്ട് കാണുന്ന ശ്രീ TJ ജോയ് അവർകളെയും എല്ലാവർക്കും വേണ്ടി അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുസ്തകത്തെ അധികരിച്ച് സംസാരിച്ച KV അനിൽകുമാർ സാറിന് സ്നേഹം. പ്രതിസ്പന്ദത്തിനായി ഡോക്ടർ TS ജോയ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ അനിൽ ഫിലിപ്പ്, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ M. തോമസ് മാത്യു സാർ, സാനു സാറിൻ്റെ പ്രിയപുത്രൻ ശ്രീ MS രഞ്ജിത്ത്, പുസ്തക പരിചയം നടത്തിയ കവി ശ്രീ KV അനിൽകുമാർ, ശ്രീ EM ചന്ദ്രൻ, MR ഗീത, ഐശ്വര്യ ദാസ്, ജസ്റ്റിസ് ഗോപിനാഥൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കൃഷ്ണൻ സാറ്, സാനുമാഷിൻ്റെ മക്കൾ 2 പേര് സദസ്സിലിരിപ്പുണ്ട്, രേഖയും ഗീതയും, ആ ചേച്ചിമാർ, എല്ലാവരോടും വളരെ പ്രിയപ്പെട്ടവരാണ് ഇരിക്കുന്നവരെല്ലാവരും. ഞാൻ തോമസ് മാത്യു സാറിനോട് പറഞ്ഞു, ഒരു സ്വാതന്ത്ര്യമെടുത്ത് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. എനിക്കെന്തോ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പ്രസംഗം തുടങ്ങിയത്. പ്രസംഗത്തിന് ഒരു ബുദ്ധിമുട്ടുകളോ വാക്കുകൾക്ക് ക്ഷാമമോ എനിക്ക് ഉണ്ടാകാറില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. എന്തോ ഇപ്പോൾ എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സാറ് പറഞ്ഞു, സാരമില്ല, ജോയ് ചെന്ന് തുടങ്ങുക എന്ന് പറഞ്ഞു. സാർ എന്നെ 2 വർഷം പഠിപ്പിച്ചതാണ് മഹാരാജാസ് കോളേജിൽ, ഫസ്റ്റ് ഇയർ MAയ്ക്കും സെക്കൻഡ് ഇയർ MAയ്ക്കും. ഞാൻ മഹാരാജാസിൽ വന്നപ്പോഴേക്കും സാനു മാഷ് റിട്ടയർ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളതറിയുന്നില്ല. എല്ലാ ആഴ്ചയിലും സാറ് MA ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. അപ്പോൾ സാർ അവിടെ റെഗുലറായിട്ടുള്ളൊരു അധ്യാപകനാണെന്നാണ് ആദ്യമെല്ലാം ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അന്ന് തുടങ്ങിയ ആ ബന്ധം, സാറ് വീഴ്ച പറ്റി അമൃതയിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം മുമ്പ് വരെയും ആ ബന്ധം അനുസ്യൂതം തുടർന്നു പോന്നിരുന്നു.
എന്തൊരു വാത്സല്യമാണ് സാർ എന്നോട് കാണിച്ചത്. അനേകായിരം ശിഷ്യഗണങ്ങൾ, സഹപ്രവർത്തകർ, അവരോടാരോടും കാണിക്കാത്ത അഗൈധവമായ സമാനതകളില്ലാത്ത പവിത്രമായ ഒരു സ്നേഹവും വാത്സല്യവും സാർ എനിക്ക് നൽകി. നന്ദി പറയാനുള്ള വാക്കുകൾക്ക് ഞാൻ അന്വേഷിച്ച് നടക്കുകയല്ലാതെ എനിക്ക് പറ്റിയ ഒരു വാക്ക് എനിക്ക് കിട്ടില്ല. ഈ ഗ്രന്ഥരചനയുടെ ആരംഭത്തിന് മുമ്പ് തന്നെ സാറ് സംസാരിക്കുമ്പോഴെല്ലാം വള്ളത്തോളിനും ആശാനും കിട്ടിയ ഒരു അംഗീകാരം ഉള്ളൂരിന് കിട്ടിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ ചാവറ കൾച്ചർ സെൻ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാറിനെയും കൂട്ടിയാണ് ചാവറയിലേക്ക് നടക്കാറ്. അതിനിടയിലാണ് ഒരു മാസിക അവിടെ തുടങ്ങുന്നത്. അതിന് പേരിടുന്ന കാര്യം ആലോചിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു, ജോയി ഒരു 5 പേരെഴുതിക്കൊണ്ട് വരിക. പിറ്റേ ദിവസം ഞാൻ 5 പേരെഴുതിക്കൊണ്ട് ചെന്നു. അതിൽ നിന്ന് സാറ് ടിക്ക് ചെയ്ത പേരാണ് ഇപ്പോൾ മൂല്യശ്രുതി എന്ന പേരിൽ മാസിക ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷവും മഹാരാജാസ് കോളേജിൻ്റെ ചരിത്രം എഴുതുന്ന പ്രക്രിയയിൽ ഞാൻ ഏർപ്പെട്ടപ്പോൾ എനിക്ക് രക്ഷകർത്താവിനെ പോലെ നിന്ന 2 പേരുണ്ടായിരുന്നു, ശ്രീ MD ഗോപിദാസും ശ്രീ VK കൃഷ്ണനും. അവർ 2 പേരുടെയും ഒരു നിർബന്ധവും ഇതിൻ്റെ പിന്നിലുണ്ടായി. എന്നിട്ടും ഞാൻ സാറിനോട് പറഞ്ഞു, ഇതിനെനിക്ക് പ്രാപ്തിയുണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എൻസൈക്ലോപീഡിയയിലേക്ക് ചെല്ലുന്നത്. എൻസൈക്ലോപീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്താണ് ഉള്ളൂരിൻ്റെ ഭവനം. നിരന്തരം അവിടെ കയറി ഇറങ്ങി അതിനുശേഷം ഉള്ളൂർ സ്മാരകത്തിലെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ അവസരം കിട്ടി. അമൂല്യമായ ഗ്രന്ഥങ്ങളുടെ ശേഖരം, അതിൻ്റെ ഒരംശം പോലും എനിക്കെടുക്കാൻ പറ്റില്ല. അത്രമാത്രം കേരളത്തിൽ നിന്ന് ചോദിച്ചാൽ ഏറ്റവും അമൂല്യമായ ഗ്രന്ഥങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നതാണ്. ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴും അപ്പോൾ ഒരു വലിയ തടസ്സമുണ്ടായി. ലോകം മുഴുവൻ മരവിച്ച് നിന്ന കോവിഡ് വന്നു. സാറിനും വന്നു കോവിഡ്. എനിക്ക് വന്നില്ല, എങ്കിലും ആ ബന്ധങ്ങൾ മുഴുവൻ അകന്നു എല്ലാവരുടെയും. 2.5 വർഷത്തോളം വെറുതെ പോയി. അങ്ങനെ ഇരിക്കും, കയറി ചെല്ലാൻ പറ്റില്ലല്ലോ, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ നിവൃത്തിയില്ല. അതുപോലത്തെ ഒരവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കൃഷ്ണ സാറ് എന്നെ വളരെ സഹായിക്കുകയുണ്ടായി, രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. ഈ ജോലി എഴുതി പൂർത്തിയാക്കാതെ ഇത് ഇടയ്ക്കിട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ശരിക്കും രക്ഷകർത്താവ് ശാസിക്കുന്നത് പോലെ ശാസിച്ചു. അദ്ദേഹത്തിൻ്റെ ശാസന ഫലം കണ്ടു. വീണ്ടും ചെന്നു. സാറിനോട് പറഞ്ഞു, മറ്റു കാര്യങ്ങൾ കൂടി ഞാൻ ഉടനെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു. ചർച്ചകളുണ്ടായി. വലിയ പുസ്തകമാണ് ആദ്യം എഴുതിയത്. അതിനെ വെട്ടിച്ചുരുക്കിയാണ് ഇത്രയുമാക്കിയത്. എന്തിനാണെന്നറിയാമോ? ഇത് BA കുട്ടികളും MA മലയാളം കുട്ടികളുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ഗ്രന്ഥമായാൽ പഠനത്തിന് വിഘാതം സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വെട്ടിച്ചുരുക്കിയത്. ആ എഴുതുന്ന വേളയിലെല്ലാം സാറ് 2:30 മുതൽ 5 മണി വരെയാണ് സാർ അനുവദിച്ചിട്ടുള്ള സമയം. അല്ലാത്ത സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലാത്ത സമയം എല്ലാം സാറിന് തിരക്കാണ്. 5 മണിയാകുമ്പോഴേക്കും മുറ്റത്താൾ വന്നിരിക്കും സാറിനെ കൊണ്ടുപോകാൻ. ആ 2:30 മുതൽ 5 വരെയുള്ള സമയമാണ് എഴുത്ത്, വായന. കവിതകൾ ഞാൻ നീട്ടിച്ചൊല്ലും. സാറത് നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. അങ്ങനെ ആ കവിതകൾ ചൊല്ലുന്നതിൻ്റെ ഒരു ദൃക്സാക്ഷികളാണ് ആ ചേച്ചിമാർ 2 പേരും. അവർ പലപ്പോഴും അത് ഏറ്റു ചൊല്ലിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരകത്തുണ്ടാവും. ഒരു ദിവസം ചർച്ച ഉള്ളൂര് ഭഗവത്ഗീതയെ ഏത് രീതിയിൽ നോക്കിക്കണ്ടു എന്നുള്ളതിനെക്കുറിച്ചാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ആ ഒരു 4 ലൈൻ ചർച്ച ചെയ്യുകയുണ്ടായി സാറും ഞാനും കൂടി. എന്താ കാര്യം എന്നറിയാമോ? ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ എത്രയോ വലിയ വോളിയംസാണ് എഴുതിയേക്കണം ഓരോരുത്തർ. പക്ഷേ ഉള്ളൂർ എന്ന മഹാകവി, പണ്ഡിതനായ കവി, അതിൻ്റെ സാരാംശത്തെ 4 വരിയിലേക്ക് ഒതുക്കി. 4 വരിയിലേക്ക് ഒതുക്കി. എങ്ങനെ ഇത് അവതരിപ്പിക്കണം എന്നുള്ളതിലൊരു ചെറിയ
ആശയക്കുഴപ്പമുണ്ടായി. 4 വരിയിലേക്ക് ഭഗവത്ഗീതയുടെ ആ സാരാംശത്തെ ഒതുക്കുന്ന മഹാകവി, കേരളത്തിന് ഇങ്ങനെയും ഒരു കവിയുണ്ട് എന്ന് ലോകത്തോട് അറിയിക്കാനുള്ള വ്യഗ്രത, സാറിനുണ്ടായ ആഹ്ലാദം, അതിൽ സാർ അനുഭവിച്ച സന്തോഷം വളരെ വലുതായിരുന്നു. ആ 4 ലൈൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ ചൊല്ലിക്കേൾപ്പിക്കും. ഒന്നേ ഞാൻ ഓതിയിട്ടുള്ളൂ ഗീതയിൽ പ്രധാനമായി, നരന്നതെന്നേക്കും താരകം മഹാമന്ത്രം, യോഗസ്ഥനായി നീ കർമ്മം ചെയ്യുക, യോഗമോ ലാഭാലാഭതുല്യദർശനം മാത്രം. ലാഭത്തെയും അലാഭത്തെയും തുല്യമായി കണ്ടുകൊണ്ട് കർമ്മം ചെയ്യാനുള്ള അവസ്ഥ നിനക്കുണ്ടായാൽ നിൻ്റെ ജീവിതം സാർത്ഥകമായി. അത്രയേ നീ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇതാണ് വേണ്ടതുള്ളൂ എന്ന് കവി നമ്മോട് പറയുകയാണ്. ഇത് ലോകത്ത് ഒരു കവിക്ക് സാധിക്കാത്ത കാര്യമാണ്. ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥത്തിൻ്റെ ആശയത്തിൻ്റെ സത്തെടുത്തിട്ട് 4 വരിയിൽ തൻ്റെ ഭാഷയിലേക്ക് പകർന്നു കൊടുത്ത മഹാകവി. അങ്ങനെ എഴുത്തിൻ്റെ ഒരു വലിയ അനുഭവമുണ്ടായി. ഞാൻ എഴുതുമ്പോൾ സാറ് പറഞ്ഞു തരുന്നതെല്ലാം വളരെ എൻ്റെ കൈ എങ്ങനെ ചലിക്കണു എന്ന് നോക്കിയാണ് സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കൈയുടെ സ്പീഡിനനുസരിച്ച് സാറ് വാക്കുകളുടെയും സ്പീഡുകൾ ക്രമീകരിക്കും. അസാധാരണമായ ഓർമ്മ സാറ് നിലനിർത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് എന്തെന്ന് ഞാൻ ചെല്ലുമ്പോൾ സാർ ഇങ്ങോട്ട് പറയും. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഒടുവിൽ ഉള്ളൂർ സാമൂഹ്യ പരിഷ്കർത്താവെന്ന് ഇട്ട ഒരു അധ്യായത്തിൻ്റെ പേര് മടക്കി വെച്ച ഫയല് തിരിച്ചിടിപ്പിച്ചിട്ട് സാറ് പറയുകയാണ്, ആ അധ്യായത്തിന് നമുക്ക് പേര് മാറ്റാം. എന്താണ്? തോമസ് മാത്യു സാർ സൂചിപ്പിച്ച സംഭവമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി രാജാവിൻ്റെ മുമ്പിൽ വീറോടുകൂടി വാദിച്ച് എല്ലാ വാദഗതികളും ഉന്നയിച്ച് ശാസ്ത്ര ചിന്തകരെയെല്ലാം മറ്റേ വേദോപനിഷത്തുകളുടെ അഗ്രഗണ്യന്മാരെ എല്ലാം തോൽപ്പിച്ച് ഉള്ളൂർ രാജാവിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ഉള്ളൂരിൻ്റെ വാദഗതി അംഗീകരിച്ചുകൊണ്ടാണ് ചിത്രതിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെക്കുന്നത്. ജഗതിയിൽ വന്നപ്പോഴേക്കും സ്വന്തം സമുദായം അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചു. ഉടനെ പറയുകയാണ്, ഓ ഭ്രഷ്ടോ, ഇന്നലെ വരെ ഞാൻ ബ്രാഹ്മണനായിരുന്നു, ഇന്ന് മുതൽ മനുഷ്യനായി. സാറ് പറഞ്ഞു തിരുത്ത്, ഈ ലേഖനം ഈ അധ്യായം തിരുത്താൻ പേര് തിരുത്താൻ പറഞ്ഞു. ഞാൻ ഇന്നലെ വരെ ബ്രാഹ്മണനായിരുന്നു, ഇന്ന് മുതൽ മനുഷ്യനായി എന്ന അധ്യായത്തിൻ്റെ പേര് മാറ്റി. ആ പുസ്തകത്തിൻ്റെ ഏറ്റവും ഒരു പ്രൗഢമായ ഭാഗം അതാണ്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിലാണ് വിനീതനായി, ഞാൻ പറഞ്ഞില്ലേ മഹാരാജാസ് കോളേജിൽ ക്ലാസ്സിലിരുന്ന് ഞാൻ പഠിച്ച ആ ഒരു അവസ്ഥയിൽ തന്നെ സാറിൻ്റെ അടുത്ത് ഞാനിരുന്നു. ക്ലാസ്സിൽ എങ്ങനെയാണോ സാനു സാറ് ക്ലാസ് എടുത്ത്, ഞാൻ ഒരു അപൂർവമായിട്ട് എൻ്റെ വായിൽ നിന്ന് സാനു മാഷെന്ന് വരികയുള്ളൂ. എല്ലാവരും അദ്ദേഹത്തെ അങ്ങ് ഞാൻ വിളിക്കുന്നത് മുഴുവൻ സാനു സാറേ എന്നാണ്. സാറിൻ്റെ ക്ലാസ്സിൽ മഹാരാജാസ് കോളേജിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ഞാനിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ ഞാനിരുന്നു. എന്തൊരു പുണ്യമാണ് എനിക്ക് ഈ ജന്മത്തിൽ സിദ്ധിച്ചത്, അദ്ദേഹത്തോടൊപ്പം എഴുതാൻ കഴിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ രചനാ വൈദഗ്ധ്യത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത്, സാറിൻ്റെ വാത്സല്യം നുകരാൻ കഴിഞ്ഞത്, ഒരു ഗുരു പരമ്പരയുടെ ആ ഒരു അനുഗ്രഹം ആർജിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തോമസ് മാത്യു സാറിൻ്റെ അധ്യാപകനാണ് സാനു സാറ്. സാനു സാറിൻ്റെയും തോമസ് മാത്യു സാറിൻ്റെയും ശിഷ്യനാണ് ഞാൻ. ഗുരു പരമ്പര ഇതല്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ഒരു സമ്മാനം, ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഗുരു പരമ്പരയാണ്. ഈ ഗുരു പരമ്പരയിലാണ് ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഈ ഗുരു പരമ്പരയിലൂടെയാണ്. സാറ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ നേരെ ചൊരിഞ്ഞ ആ ഒരു അനുഗ്രഹ വചസ്സുകൾ ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സാഹിത്യ അവാർഡിനേക്കാൾ വലുതായിട്ടാണ് ഞാൻ കരുതുന്നത്. സാനു മാഷ് ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ സാറ് പറയുന്നത് എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. ജോയി അടുത്ത പദ്ധതി, അടുത്ത പ്രൊജക്റ്റ് നമുക്ക് തുടങ്ങാം എന്നായിരിക്കും സാറ് പറയാൻ സാധ്യതയുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് സാർ 1-2 കാര്യങ്ങൾ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. പല ഗ്രന്ഥങ്ങളും ഉള്ളൂരിൻ്റെ തന്നെ പ്രസംഗങ്ങൾ ഇത് തൊട്ടിട്ടില്ല. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ വാർഷിക സമ്മേളനങ്ങളിൽ ഉള്ളൂർ നടത്തിയിട്ടുള്ള അധ്യക്ഷ പ്രസംഗം, ഓരോ അധ്യക്ഷ പ്രസംഗവും ഓരോ PhD തീസിസ് പോലെയാണ്. അതെല്ലാം കൂടെ വേറൊരു പുസ്തകമാക്കേണ്ട കാര്യവും സാറ് ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ
ജീവിതത്തിലുടനീളം എനിക്ക് സ്നേഹം തന്നത്, എനിക്ക് വാത്സല്യം തന്ന, എനിക്ക് അനുഗ്രഹം തന്ന ആ മഹാനായ ഗുരുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രസംഗിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് കൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പുസ്തകരചനയുടെ കാലത്തെ ഓർത്തെടുത്തുകൊണ്ടും സ്നേഹോഷ്മളമായ ഗുരുശിഷ്യ ബന്ധത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടും മറുപടി പ്രസംഗം നൽകിയ TS ജോയി സാറിന് സ്നേഹം. സാനു ജയന്തി SNV സദനവും MK സാനു ഫൗണ്ടേഷനും ചവറ കൾച്ചർ സെൻ്ററും ചേർന്ന് നടത്തിയ സാനു ജയന്തിയും മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇവിടെ സമ്പൂർണ്ണമാകുമ്പോൾ ഈ അമൂല്യമായ പുസ്തകത്തിൻ്റെ കോപ്പി 200 രൂപയ്ക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ വാങ്ങാവുന്നതാണ്. ഈ ഒരു ചടങ്ങ് പൂർത്തിയാകുമ്പോൾ നന്ദി പറയുവാനായി MV സദനം EM ചന്ദ്രൻ സാറിനെ ശ്രീ EM ചന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം വരെ ഒക്ടോബർ 27 ഇവിടെ വളരെയേറെ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും അഭിമാനത്തോടും കൂടിയും ആഘോഷിച്ചിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സദനത്തിൻ്റെ വേദികളിലെല്ലാം സാനുമാഷുണ്ടായിരുന്നു. SNV സദനത്തിൻ്റെ എല്ലാമായിരുന്നു സാനുമാഷ്. SNV സദനത്തിലായാലും ചവറ കൾച്ചർ സെൻറ്ററിലായാലും ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ സഹോദര ഭവനിലായാലും TDM ഹാളിലായാലും മഹാരാജാസ് കോളേജിലായാലും ടൗൺ ഹാളിലായാലും ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയിലായാലും ഈ നഗരത്തിൽ നിറഞ്ഞു നിന്നൊരു നന്മയുടെ പ്രതീകമായിരുന്നു സാനുമാഷ്. അങ്ങനെ ഒരു വ്യക്തി ഇനി നമുക്ക് ഈ നഗരത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വേദി സാനുമാഷിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും അടുപ്പം കൊണ്ടും ഇവിടെ ഹാജരായിരിക്കുന്നവരുടെ ആ സാനുമാഷിനോടുള്ള ഇഷ്ടം കൊണ്ടുള്ളൊരു തിളക്കം ഈ വേദിക്കുണ്ട്. ചവറ കൾച്ചറൽ സെൻറ്ററുമായിട്ട് സാനുമാഷിന് ഫാദർ അനിൽ ഫിലിപ്സ് അച്ഛനുമായിട്ട് സാനുമാഷിന് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഒരു ബന്ധം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു നമ്മളെ അനുഗ്രഹിച്ച ഫാദർ അനിൽ ഫിലിപ്പ് സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തത് പ്രൊഫസർ തോമസ് മാത്യു സാറാണ്. തോമസ് മാത്യു സാറും സാനുമാഷുമായിട്ടുള്ള ബന്ധം അത് ഗുരുശിഷ്യ ബന്ധവും സൗഹൃദ ബന്ധവും സുഹൃത്ത് ബന്ധവും സമകാലിക സൗഹൃദ ബന്ധവും എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് വാക്കുകൾ അതീതമാണ്. എങ്കിലും തോമസ് മാഷ് എഴുതിയ ഗുരുവേ നമഃ എന്ന പുസ്തകം വായിച്ചാൽ അവർ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെയും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും സുഹൃത്ത് ബന്ധത്തിൻ്റെയും എല്ലാം അതിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. അതുപോലെ ഈ വർഷം മാഷ് നിർബന്ധ ബുദ്ധിയോടുകൂടി എഴുതിയ തപസ്വിനി അമ്മയുടെ പുസ്തകം അത് പെട്ടെന്ന് എഴുതി പെട്ടെന്ന് തീർക്കണം എന്ന് മാഷിന് വളരെയേറെ നിർബന്ധമുണ്ടായിരുന്നു. ആ പുസ്തകം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പ്രകാശനം നടത്തിയപ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിനായി മാഷ് നിയോഗിച്ചത് തോമസ് മാത്യു സാറിനെയാണ്. അതിലും അവരുടെ ആ അടുപ്പത്തിൻ്റെ അടയാളം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ
ഈ പുസ്തകം പ്രകാശനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച തോമസ് മാത്യു സാറിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പുസ്തകം സ്വീകരിച്ചത് സാനുമാഷിൻ്റെ പ്രിയപുത്രൻ ശ്രീ രഞ്ജിത്ത് സാറാണ്. സാനുമാഷുള്ള എല്ലാ വേദികളിലും സദസ്സിൽ ശ്രീ രഞ്ജിത്ത് സാറിനെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. അതുപോലെ ഇന്നും ഈ വേദിയിൽ ശ്രീ രഞ്ജിത്ത് സാറ് എത്തി നമ്മളെ അനുഗ്രഹിച്ചു. ശ്രീ രഞ്ജിത്ത് സാറിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ബാസുര നക്ഷത്രം എന്ന പുസ്തകം രചിച്ചത് സാനുമാഷും ഡോക്ടർ TC ജോയ് സാറുമാണ്. മാഷ് അങ്ങനെ ഒരുമിച്ചെഴുതിയ മറ്റൊരു പുസ്തകമില്ല. ഈ ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. ആ പുസ്തകം എഴുതുവാൻ ഉള്ള ഭാഗ്യവും അനുഗ്രഹവും കഴിവും ലഭിച്ച ശ്രീ ഡോക്ടർ TC ജോയ് സാറിനെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തി നമ്മളെ അനുഗ്രഹിച്ച ഡോക്ടർ TC ജോയ് സാറിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ശ്രീ അനിൽകുമാർ സാർ സാനുമാഷിൻ്റെ എല്ലാ രചനകളും സുസൂക്ഷ്മം പഠിച്ച് അവതരിപ്പിച്ച് മറ്റ് വാരികകളിൽ എഴുതുകയും ഇവിടെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത നല്ലൊരു സാഹിത്യകാരൻ, നല്ലൊരു സഹൃദയൻ. അദ്ദേഹത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി പുസ്തകത്തെ പരിചയപ്പെടുത്തി തന്ന ശ്രീ അനിൽകുമാർ സാറിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. സാനുമാഷിന് എല്ലാ മാധ്യമങ്ങളുമായിട്ടും വളരെയേറെ നല്ല ബന്ധമുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ നിന്നും പലപ്പോഴും സാനുമാഷിൻ്റെ വീടുകളിൽ അവർ വന്ന് സന്ദർശിക്കാറുണ്ട് പല കാര്യങ്ങൾക്കായിട്ടും. ഈ പുസ്തകവും മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ മാതൃഭൂമിയിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി സാന്നിധ്യം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ച ശ്രീമതി ഐശ്വര്യ മേഡത്തിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. വേദിയിൽ ജസ്റ്റിസ് ഗോപിനാഥ് സാറുണ്ട്. അദ്ദേഹം നമ്മുടെ ട്രസ്റ്റ് മെമ്പറാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും പതിവ് പോലെ എത്തുന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. SNV സദനം സെക്രട്ടറി ശ്രീമതി MR ഗീത സംഘാടകരാണ്. സാനുമാഷുമായിട്ടുള്ള ബന്ധം അത് ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും സത്യസന്ധതയുടെയും നിറത്തിൽ ചാലിച്ച നിറക്കൂട്ടാണ്. ആ നിറക്കൂട്ടാണ് സദനത്തെ മുന്നോട്ട് നയിക്കുന്നത്. SNV സദനം സെക്രട്ടറി ശ്രീമതി MR ഗീതയ്ക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. സദസ്സിലെ ധാരാളം ബഹുമാന്യരായ സുഹൃത്തുക്കളുണ്ട്, പ്രിയമുള്ളവരുണ്ട്. നിങ്ങളുടെ എല്ലാം മനസ്സിൽ സാനുമാഷിനോടുള്ള ആദരവും സ്നേഹവുമുണ്ട്. അതാണ് ഈ പരിപാടിയെ ധന്യമാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടി സമ്പുഷ്ടമായി, അർത്ഥവത്തായി. സാന്നിധ്യം കൊണ്ട് സഹകരണം കൊണ്ടും ഈ പരിപാടിയെ ഭംഗിയാക്കി തന്ന കാലാവസ്ഥകളൊക്കെ പ്രതികൂലമായിരുന്നു. എങ്കിലും അതിനൊക്കെ ഉപരിയായി മാഷിനോടുള്ള ആദരവും സ്നേഹവുമാണ് ഇവിടെ കണ്ടത്. ആ സാന്നിധ്യവും സഹകരണത്തിനും നന്ദി പറയുവാൻ വാക്കുകളില്ല. എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും SNV സദനത്തിൻ്റെ പേരിലും ചവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ പേരിലും സാനു ഫൗണ്ടേഷൻ്റെ പേരിലും
മാതൃഭൂമി ബുക്സിൻ്റെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ആത്മാവ് എന്നൊന്നുണ്ടോ എന്നറിയില്ല. ഈ വിഷയത്തെക്കുറിച്ചും സാനുമാഷുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊരിക്കൽ മാഷ് പറയുകയുണ്ടായി, മാഷിൻ്റെ സുഹൃത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യർ മാഷിനോട് പറഞ്ഞു, ജസ്റ്റിസ് കൃഷ്ണയ്യരാണ് ആദ്യം യാത്രയാകുകയാണെങ്കിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ മാഷിൻ്റെ അടുത്ത് വരും, സംസാരിക്കും, കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ആ കാലത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് യാത്രയായ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് സംസാരിക്കുവാനുള്ള സാഹചര്യമുണ്ടെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാഷിൻ്റെ അടുത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യർ വരുമെന്ന് മാഷിന് ആശയും ആഗ്രഹവും നൽകി. മാഷ് കാത്തിരുന്നു. വന്നോ എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞത് വന്നില്ല എന്നാണ്. ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും ഇവിടെ മാഷിൻ്റെ അനുഗ്രഹങ്ങളും അദൃശ്യമായ സാന്നിധ്യവും ഉണ്ടെന്ന് കരുതുന്നു. മാഷ് നമ്മൾക്ക് നൽകിയ അറിവിനും സ്നേഹത്തിനും മനുഷ്യത്വത്തിനും സമത്വത്തിനും വാത്സല്യത്തിനും അനുകമ്പയ്ക്കും തലോടലിനും തണലിനും ലാളിത്യത്തിനും എല്ലാം ആ വലിയ മനസ്സിനു മുൻപിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിർത്തുന്നു.